ഹലോ മക്കളെ, വെൽക്കം ടു എക്സാമിനർ CBSE ക്ലാസ് 10 ചാനൽ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ CBSE ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് വരെ ലെവലിൽ നമ്മൾ പഠിക്കാൻ പോവാണ്, ഇൻക്ലൂഡിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എയിം എന്താണ്? ഈ ചാപ്റ്റർ നിങ്ങൾ മാസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ താഴെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണാമായിരിക്കും. നമ്മുടെ ബാച്ച് ഉണ്ട്, ബാച്ചിൽ അടിപൊളി ക്ലാസ്സുകളും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും കൂടെ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് A1. അതിലൊരു സംശയമില്ല. സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾസോ ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് കറണ്ട്. എന്താണ് കറണ്ട്? ഒരു ബാറ്ററി എടുക്കുക, ഒരു വയർ എടുക്കുക, എന്നിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യാം. ബൾബ് കത്തും. എന്തുകൊണ്ട്? കാരണം ബൾബിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട് അല്ലേ. കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ വയറിലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാണ്. ഇലക്ട്രോൺസ് എപ്പോഴും മൂവ് ചെയ്യാം ഈ ഒരു നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് പോവുക. പക്ഷെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് എങ്ങനെയാണോ ആക്ച്വലി മൂവ് ചെയ്യുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബൈ കൺവെൻഷൻ. അതൊരു ശീലമായിപ്പോയി. ഓക്കെ. അപ്പോൾ നമ്മൾ കറണ്ട് എപ്പോഴും എങ്ങനെയാണ് പറയുക? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുള്ള കാര്യം പറയാം. പക്ഷേ ബേസിക്കലി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അഥവാ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. കാരണം ഇലക്ട്രോൺസിന് ചാർജ് ഉണ്ട്. അങ്ങനെയാണ് കറണ്ട് ഒരു ക്വാണ്ടിറ്റിയും കൂടിയാണ്. അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. 3 ആംപിയർ, 4 ആംപിയർ, 5 ആംപിയർ എന്ന വാല്യൂ ഉണ്ട്. ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ ഫോർമുല നമുക്ക് പഠിക്കണം. ഫോർമുല ഇറ്റ് ഇസ് Q/T. Q എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ചാർജ്, T എന്ന് പറഞ്ഞാൽ സമയം. അപ്പോൾ Q/T എന്ന് പറഞ്ഞ ഫോർമുല വെച്ച് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിൽ ചോദിക്കാറില്ല, എങ്കിലും നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു 5 സെക്കൻഡിൽ 10 കൂളും ചാർജ് ഒരു സ്ഥലത്ത് കൂടെ ഒഴുകിയാൽ വാട്ട് ഇസ് ദി കറണ്ട്? അപ്പോൾ നിങ്ങൾ പറയണം I = Q/T ആണ്. 10 കൂളുമ്പാണ് ചാർജ്. ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളുമ്പ്. ടൈം എത്രയാണ്? 5 സെക്കൻഡ്സ് ആണ്. 10/5 = 2 ആണ് വരിക. 2 എന്താണ്? 2 ആംപിയർ ആണ്. കറണ്ടിൻ്റെ SI യൂണിറ്റ് പഠിച്ചു വെക്കുക. ആംപിയർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ A ആണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ 2 ആംപിയർ ആണ് ആ സ്ഥലത്ത് കൂടെയുള്ള കറണ്ട്. അപ്പോൾ ഈ സിമ്പിൾ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ട്രൈ ചെയ്ത് നോക്കാം. കറണ്ട് ഓഫ് 0.5 ആംപിയർ, കറണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇസ് ഡ്രോൺ ബൈ എ ഫിലമെന്റ് ഓഫ് എൻ ഇലക്ട്രിക് ബൾബ് ഫോർ 10 മിനിറ്റ്സ്. 10 നേരത്തേക്ക് ഈ 0.5 ആംപിയർ ഇങ്ങനെ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. എത്രയായിരിക്കും ചാർജ് എന്നാ ചോദ്യം. അപ്പോൾ ഈ പ്രാവശ്യം കറണ്ട് ഒന്ന് ചാർജ് ചോദിക്കണം. എന്തായാലും നിങ്ങൾ സെയിം ഫോർമുല ഉപയോഗിച്ചാൽ മതി. I = Q/T ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ആകെയുള്ള വ്യത്യാസം, നിങ്ങൾക്ക് ഈ പ്രാവശ്യം Q ആണ് വേണ്ടത്. ഐയും ടിയും തന്നിട്ടുണ്ട്. സോ ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ Q = എന്ത് കിട്ടും? T അങ്ങോട്ട് പോയാൽ താഴെയുള്ള T അവിടെ എത്തുമ്പോൾ മുകളിലേക്ക് എത്തുക. I × T എന്ന് കിട്ടും. I 0.5 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം 10 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 ഇവിടെ ഇട്ട് കൊടുത്താൽ മതിയോ? പോരാ, കാരണം 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ മനസ്സിലാക്കണം, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഫോർമുലയിൽ ഇടുമ്പോൾ സെക്കൻഡ്സിലേക്ക് ആക്കിയിട്ട് വേണം. എങ്ങനെ സെക്കൻഡ്സിലേക്ക് ആക്കാം? നിങ്ങൾ മനസ്സിലാക്കണം, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണ്? 60 സെക്കൻഡ്, 60 സെക്കൻഡ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും? 2 × 60, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 6 12 ആണ്. ഒരു 0 കൂടെ ഉണ്ട്. 120 സെക്കൻഡ്സ് ആണ് 2 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് എത്രയായിരിക്കും? 3 × 60, 3 × 6 18 ആണ്. ഒരു 0 കൂടെ 186. അങ്ങനെയാണ് ഇവിടെ ഉള്ള 10 മിനിറ്റ്സ് ആണ്. ആയിക്കോട്ടെ, 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആയിരിക്കും? 10 × 60 ചെയ്താൽ മതി. 1 × 6 6 ആണ്. ഒരു 0 ഒരു 0, 2 0 ഉണ്ട്. സോ 600 സെക്കൻഡ്സ് ആണ് നമ്മുടെ ടൈം. അപ്പോൾ T = എന്തിടണം? 600 സെക്കൻഡ്സ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം കാൽക്കുലേഷൻ തരും. അപ്പോൾ Tക്ക് പകരം 10 അല്ല 600 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹാഫ് എന്നാണ്. 600 × ഹാഫ് അഥവാ 600 × 0.5 എന്ന് പറഞ്ഞാൽ 600 × ഹാഫ് എന്ന് പറഞ്ഞാൽ 600 പകുതി. ദി ആൻസർ വിൽ ബി 300 സെക്കൻഡ്സ്. 300 സെക്കൻഡ്സ് അല്ല, ചാർജ് ആണ് ഇട്ടിരിക്കുന്നത് 300 കൂളും. അപ്പോൾ ചാർജ് = 300 കൂളുമ്പായിരിക്കും ആ ഒരു 10 മിനിറ്റ് സമയത്ത് ഇതിലൂടെ ഒഴുകുക. എപ്പോഴും ഓർത്ത് വെച്ച് 0.5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ പകുതി ആക്കാന്നാണ്. 600 × 0.5 300, 500 × 0.5 250, 1000 × 0.5 500, പകുതി ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ അതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കും. ഈ ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിഫൈൻ ദ യൂണിറ്റ് ഓഫ് കറണ്ട്. പല കുട്ടികളും ഇതിനെ എഴുതി വെക്കുക ആംപിയർ എന്ന് പറയും. അത് യൂണിറ്റ് ഓഫ് കറണ്ടിൻ്റെ പേരാണ്. വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ആംപിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംപിയറുടെ ഡെഫിനിഷൻ എന്താണ്? അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾ I = Q/T അല്ലേ. എടോ I 1 വരാൻ വേണ്ടിയിട്ട്
ഈ ക്യൂ 1 ആവുകയും അതായത് 1 കൂളും ചാർജ് ടൈം 1 സെക്കൻഡ് ആയാൽ പോരെ 1/1 = 1 ആംപിയർ എന്ന് കിട്ടില്ലേ? കിട്ടും. അതായത് 1 ആംപിയർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 സെക്കൻഡിൽ 1 കൂളും ചാർജ് ആണ് ഒഴുകുന്നതെങ്കിൽ അവിടുത്തെ കറണ്ട് 1 ആംപിയർ എന്ന് ഡിഫൈൻ ചെയ്താൽ കഴിഞ്ഞു. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. 1 ആംപിയർ ഈസ് കൺസ്റ്റിറ്റ്യൂട്ട് ബൈ ദ ഫ്ലോ ഓഫ് 1 കൂളും ഓഫ് ചാർജ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡ് 1 കൂളും ചാർജ് ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനത്തെ ഒരു കറണ്ടിനെ വിളിക്കുന്നതാണ് നമ്മൾ 1 ആംപിയർ. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ആംപിയർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു കൂളും പെർ സെക്കൻഡ്. ഇൻഫാക്ട് ഈ കൂളും പെർ സെക്കൻഡിനെയാണ് നമ്മൾ ആംപിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നാളെ എക്സാമിൽ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് കറണ്ട്? ആംപിയർ ഉണ്ട്, കൂളും പെർ സെക്കൻഡ് ഉണ്ട്, പിന്നെ വല്ല കൂളുംബ് ഉണ്ട്, പിന്നെ ബോത്ത് 1 and 2. ഇത് ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ. ബോത്ത് 1 and 2 നിങ്ങൾ ഏത് ടിക്ക് ചെയ്യും? ആംപിയർ മാത്രം ടിക്ക് ചെയ്യരുത്, കാരണം ഇതും കറക്റ്റാണ്. കൂളും പെർ സെക്കൻഡ് ആണ് ആംപിയർ ഇൻഫാക്ട്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആൻസർ എന്താ? 1 and 2. അപ്പോൾ ഈ ആംപിയർ എന്താണെന്നുള്ള കാര്യം ഈക്വേഷൻ കൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനും പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് 1 കൂളുംബ് ചാർജ്. 1 കൂളുംബ് ചാർജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 കൂളുംബ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റനാണ്, പലരും ഇത് ചെയ്യാത്ത ക്വസ്റ്റനാണ്, പക്ഷേ എക്സാമിൽ വരാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല Q = NE എന്ന് പറഞ്ഞ ഫോർമുലയാണ്. പല കുട്ടികളും ആൻസർ പറയാം 1 കൂളുംബ് അല്ലേ, അപ്പോൾ ഒരു ഇലക്ട്രോൺ. അല്ലല്ല, 1 കൂളുംബിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എപ്പോഴും ടോട്ടൽ ചാർജ് വിൽ ബി ഈക്വൽ ടു N × E. N എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എത്ര ഇലക്ട്രോൺസ്? ഇൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 ആണ്. ബേസിക്കലി ഒരു പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ ഒക്കെ ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് ആക്ച്വലി മൈനസ് ആണ്, ഈ വാല്യൂ തന്നെ 1.6 × 10⁻⁻19 പഠിച്ചു നോക്കാം. ദിസ് ഇസ് ദി ചാർജ് ഓഫ് പ്രോട്ടോൺ. ഇലക്ട്രോണിൻ്റെ സെയിം ചാർജാണ്, പക്ഷേ നെഗറ്റീവ് ചാർജ് ആണെന്നേ ഉള്ളൂ. -1.6 × 10⁻⁻19 ആണെന്നുള്ളൂ. ഓക്കെ, നമുക്ക് വേണ്ടെന്താണ്? ചാർജ് തന്നിട്ടുണ്ട്, 1 കൂളുംബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അറിയാം, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ എന്നിൻ്റെ ഫോർമുല എഴുതാം. N = ഈ ഇനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഇറ്റ് വിൽ ബി Q/E. Q 1 കൂളുംബാണ്, അപ്പോൾ 1 എന്ന് ഇടാം. E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ആണ്. 10⁻⁻19 മുകളിലേക്ക് പോയാൽ 10⁻+19 ആവും, ഡിവൈഡ് ബൈ 1.6. ഇത് ആക്ച്വലി ഇനി കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 1/1.6 ചെയ്താൽ നിങ്ങൾക്ക് 0.625 എന്ന് കിട്ടും, ഇൻറ്റു 10⁻19. 1/1.6 കാൽക്കുലേറ്റർ ഇവിടെ 1 ഉണ്ടല്ലോ, 1/1.6 കാൽക്കുലേറ്റർ 0.625 കിട്ടും, ഇൻറ്റു 10⁻19. ഇതൊന്നുകൂടി വൃത്തിയാക്കി എഴുതാം. ഒരു ചാട്ടം ഇങ്ങോട്ട് ചാടാം, ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. 6.25 എന്ന് എഴുതാം. പക്ഷേ ആ 10 ഇവിടെ നിന്ന് കുറയ്ക്കണം. ഒരു 10 ഇവിടെ നിന്ന് പോയാൽ 10⁻19 വരാൻ 10⁻18 ആവും. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആൻസർ. ഇത്രയും നമ്പർ ഓഫ്, അതായത് 6.25 10⁻18, 625 കഴിഞ്ഞിട്ട് 16 പൂജ്യം ഉണ്ടാവും. 18 ഉണ്ടാവില്ല, കാരണം 18-ലെ 2 പൂജ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിക്കും. അപ്പോൾ 625 2 പൂജ്യം വെച്ചു, ബാക്കി 16 പൂജ്യം. 625 0000000 16 zeros. അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വെറും 1 കൂളും ചാർജ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫീൽ എന്താണെന്ന് വെച്ചാൽ 1 കൂളും ചാർജ് എന്ന് പറഞ്ഞാൽ ചെറിയ ചാർജ് ഒന്നുമല്ല. 1 കൂളും ചാർജ് കുറേ ഇലക്ട്രോൺസ് ഉണ്ട്, മില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻9, ട്രില്യൺ 10⁻6, ബില്യൺ 10⁻9, ട്രില്യൺ 10⁻12, അതിനേക്കാളും ഉണ്ട് 10⁻18 ആണ്, വേറെ ലെവലാണ്. മനസ്സിലായി? അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന്, ബേസിക് കറണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പഠിച്ചു വെക്കണം. സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മറ്റൊരു പേരാണ് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന പേര് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇമാജിൻ ചെയ്യുക 2 പോയിന്റ്സ് ഉണ്ട്, എയും ബിയും. ഈ എയിൽ നിന്ന് ബിയിലേക്ക് 1 കൂളും ചാർജ്, 1 കൂളും ചാർജ് എന്ന് പറഞ്ഞാൽ ചെറിയ ചാർജ് എന്നാൽ വലിയ ചാർജ് കേട്ടോ. 1 കൂളും ചാർജിനെ ഞാൻ എന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു വർക്ക് ചെയ്യണ്ടേ? 1 കൂളും ചാർജിന് എന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്കാണ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. ഇത്രയുള്ള സംഗതി. ഇപ്പോൾ ഡെഫിനേഷൻ വായിച്ചു നോക്കാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is the work done to move the unit charge. യൂണിറ്റ് ചാർജ് ആണ് 1 കൂളും ചാർജ് ഫ്രം 1 point to another. ഡെഫിനേഷൻ പഠിച്ചു നോക്കാം. ഇതിനൊരു ഫോർമുലയുണ്ട്. ഫോർമുല is V = W/Q. V എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. W എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക്, Q എന്ന് പറഞ്ഞാൽ എത്ര ചാർജിനെയാണ് നമ്മൾ കൊണ്ടുപോയത്. വർക്ക് പെർ ചാർജ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് സിമ്പിളാണ്, ഈ ഫോർമുലയിൽ തന്നെ കണ്ടുപിടിക്കാം. വർക്കിൻ്റെ ജൂളാണ്, ചാർജിൻ്റെ കൂളുമാണ്. സോ ദി യൂണിറ്റ് വിൽ ബി ജൂൾ പെർ കൂളും.
ഈ ജൂൾ പെർ കൂളുമിനെ വിളിക്കുന്ന പേരാണ് വോൾട്ട്, ക്യാപിറ്റൽ ലെറ്റർ വി. അപ്പോൾ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് വോൾട്ടേജ്? വോൾട്ട് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ജൂൾ പെർ കൂളും. അപ്പോൾ വീണ്ടും ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ജൂൾ പെർ കൂളുമും കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ജൂൾ പെർ കൂളുമിനെയാണ് ഇൻഫാക്ട് വി കോൾ വോൾട്ട്. അപ്പോൾ SI യൂണിറ്റ് വോൾട്ട് അഥവാ ജൂൾ പെർ കൂളും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ മിക്ക വർഷങ്ങളും ചോദിക്കുന്നതാണ്, 1 മാർക്കിനൊക്കെ പഠിച്ചു വെച്ചോ. ന്യൂമറിക്കൽസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് വർക്ക് ഇസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 2 കൂളും അക്രോസ് 2 പോയിന്റ്സ് ഹാവിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട്. തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഗിവൺ കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ എക്സാമിന് മാർക്ക് കിട്ടും. ടീച്ചേഴ്സിൻ്റെ കറക്ഷൻ പേപ്പറിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടാവും. ദാ ഈ സ്റ്റെപ്പ് എഴുതി വെക്കുമ്പോൾ മാർക്ക് കിട്ടണം, അടുത്ത സ്റ്റെപ്പ് എഴുതി മാർക്ക് കിട്ടണം, ഇക്വേഷൻ എഴുതുമ്പോൾ മാർക്ക് കിട്ടണം, എന്നിട്ട് അവസാനത്തെ ഫൈനൽ ആൻസറിന് എക്സ്ട്രാ ഒരു മാർക്ക്. അപ്പോൾ തന്നെ കാര്യങ്ങൾ എഴുതുകയാണ്. ഗിവൺ എന്ന് പറഞ്ഞ് എഴുതുക. എക്സാമിൽ ആക്ച്വലി നിങ്ങൾ എഴുതുമ്പോൾ ബോർഡ് എക്സാമിലൊക്കെ ഗിവൺ എന്തൊക്കെയാണ്? ഗിവൺ ചാർജ് Q is equal to 2 കൂളും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to 12 വോൾട്ട് എന്ന് എഴുതുമ്പോൾ തന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റനാണ്, ഹാഫ് മാർക്ക് അവിടെ കിട്ടി. അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഈസ് ഈ വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ വർക്ക് ഡണ്ണും കൂടി എഴുതി വെച്ചു. ഇനി അതിൻ്റെ ഫോർമുലയും കൂടി എഴുതുക. അപ്പോൾ ഒരു ഹാഫ് മാർക്കും കൂടി കിട്ടും, ചിലപ്പോൾ ഒരു മാർക്കും കിട്ടും. ഫോർമുല എന്താണ് നമുക്കറിയാം? V is equal to W/Q. ഇതാണ് നമ്മുടെ ഫോർമുല. നമുക്ക് പ്രാവശ്യം വേണ്ടത് W ആണ്, വർക്ക് ആണ് വേണ്ടത്. അപ്പോൾ Qനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇംപ്ലൈസ് W is equal to Q into V. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 എന്നാണ് ചാർജ്. ഞാനിവിടെ സ്മോൾ ലെറ്റർ Q ആണ് ഉപയോഗിച്ചത്. ഡസൻ മാറ്റർ കേട്ടോ, ഇടയ്ക്ക് രണ്ടും മാറി മാറി ഉപയോഗിക്കും. ചാർജ് 2 ആണ്, വോൾട്ടേജ് 12 ആണ്, 24 വോൾട്ട് ആണ് ആൻസർ വരിക. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി കൊടുക്കും. ഓൾമോസ്റ്റ് 2 മാർക്സ് അവിടെ. പിന്നെ അവസാനത്തെ ഇതിനും കൂടെ ഒരു അര മാർക്കോ അല്ലെങ്കിൽ 1 മാർക്ക് മാക്സിമം കിട്ടാമെന്നുള്ളൂ. അപ്പം വർക്ക് ഇസ് ഇക്വൽ ടു 24 വോൾട്ട് അല്ല, വർക്കിൻ്റെ യൂണിറ്റ്. വർക്കാണ്, വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 24 വോൾട്ട് എന്ന് കിട്ടിയാൽ നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്ന വർക്കിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. സോ ദി വർക്ക് ഇസ് 24 ജൂൾ. ജൂൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒക്കെ എഴുതണം. യൂണിറ്റ് ഒന്നും എഴുതാണ്ട് വെറും 24 എന്ന് എഴുതി വെച്ചാൽ അര മാർക്ക് അല്ലെങ്കിൽ 1/4 മാർക്ക് അവിടെ പോകും. ഓക്കെ, അപ്പോൾ 24 ജൂൾസ് ആണ് ഇതിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫോർമുല പഠിച്ച് വെക്കുക, അതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിടാൻ പഠിക്കുക, പരിപാടി തീർന്നു. 1 ആംപിയറിൻ്റെ ഡെഫിനിഷൻ പോലെ തന്നെ 1 വോൾട്ടിൻ്റെ ഡെഫിനിഷൻ എക്സാമിൽ ചോദിക്കാം. വീണ്ടും ഇതിന് ഡെഫിനിഷൻ വേണമെങ്കിൽ ആദ്യം ഫോർമുല നോക്കുക. ഞാൻ ആലോചിച്ച് നോക്കി, ഈ V1 കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ പോരെ, 1 ജൂള് 1 കൂളും എടുക്കുക, 1/1 1 വോൾട്ട് എന്ന് കിട്ടും. പക്ഷെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ, ഒരു കൂളുമ്പിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 1 ജൂളാണ് നിങ്ങൾ വർക്ക് ചെയ്തതെങ്കിൽ, ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് 1 കൂളുമ്പിനെ മൂവ് ചെയ്യിക്കാൻ 1 ജൂൾ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നെങ്കിൽ ആ 2 പോയിന്റ്സ് തമ്മിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. 1 കൂളുമ്പിനെ മൂവ് ചെയ്യാൻ 1 ജൂളാണ് അത്രയും മതിയെങ്കിൽ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. 1 കൂളുമ്പിന് കൊണ്ടുപോകാൻ വേണ്ടി 2 ജൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ട് ആയിരിക്കും. പക്ഷേ നമുക്ക് 1 വോൾട്ടിൻ്റെ ഡെഫിനിഷൻ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മതി. ഇത് ഇംഗ്ലീഷിൽ പറയാം, 1 വോൾട്ട് is the potential difference between 2 points in a current carrying conductor when 1 joule of work is done in moving a charge of 1 coulomb one from one point on that. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈക്വേഷൻ ഒന്ന് എഴുതി വെക്കുക, ഡെഫിനേഷൻ എഴുതുക. എക്സാമിൽ ചോദിക്കും, 1 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ ഡെഫിനേഷൻ, ബേസിക് ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്ത് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ബാറ്ററി ഉണ്ടാവും, ബൾബ് ഉണ്ടാവും, റെസിസ്റ്റർ ഉണ്ടാവും, പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് എപ്പോഴും വരയ്ക്കാൻ പറ്റും. ബൾബൊക്കെ എപ്പോഴും വരയ്ക്കാൻ പറ്റുമോ? പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഫുൾ ബൾബ്, ഫുൾ ബാറ്ററി വരയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, അതിന് ആവശ്യമില്ല. വി ഓൾവേസ് ഹാവ് സിമ്പിൾസ് ഫോർ ദം. ബാറ്ററിക്ക്, ബൾബിന്, എല്ലാത്തിനും സിമ്പിൾ ഉണ്ട്. ആ സിമ്പിൾ പക്ഷേ നമുക്ക് പഠിക്കണം. എന്നാലും നാളെ ഒരു സർക്യൂട്ട് കാണുമ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിമ്പിളാണ് സിമ്പിൾ. ഇലക്ട്രിക് സെൽ ഇങ്ങനെയാണ് കാണിക്കുക. പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും വലിയ വടി, നെഗറ്റീവ് ടെർമിനൽ ചെറിയ വടി. കാണുമ്പോഴേ മനസ്സിലാവുന്നത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. മൾട്ടിപ്പിൾ സെൽസ് ചേർന്നാലാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുക. കോമ്പിനേഷൻ ഓഫ് സെൽസിനെ ബാറ്ററി എന്ന് വിളിക്കുക. ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറേ സെൽസ് അതിനുള്ളിലുണ്ടാവും. അപ്പോൾ ഇതൊരു ബാറ്ററിയാണ്, ഇതൊരു സെല്ലാണ്. ബേസിക്കലി രണ്ടും കറണ്ട് അഥവാ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം തന്നെയാണ്. കീനെ കാണിക്കുക ഈ രീതിയിലാണ്. ഓക്കെ, അതിൽ കുത്തുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകാം. ഇങ്ങനെ കുത്തില്ലെങ്കിൽ അത് ഓപ്പൺ ആണ്, അതായത് വയർ ഓപ്പൺ ആണ്, കറണ്ട് ഒഴുകാൻ പറ്റില്ല. കീന് മറ്റൊരു പേരാണ് സ്വിച്ച്. സ്വിച്ചിന് ചിലപ്പോൾ ഇങ്ങനെയും കാണിക്കാറുണ്ട്, നമുക്ക് പഠിക്കാനില്ല, ഇങ്ങനെയും കാണിക്കാറുണ്ട്. ഇത് ഓപ്പൺ സ്വിച്ച്, അതേ സ്വിച്ച് ഇങ്ങനെയാണെങ്കിൽ ക്ലോസ് സ്വിച്ച്, ഇങ്ങനെ കാണിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വയർ ജോയിൻറ്റ്. 2 വയർസ് ആക്ച്വലി ജോയിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കാണിക്കുക. ജോയിൻ ചെയ്യാതെ ഒരു വയർ ഇങ്ങനെ ആ വയറിൻ്റെ മുകളിൽ കൂടെ വേറെ പോവുകയാണെങ്കിൽ, അതായത് അവർ തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇങ്ങനെ ആണെങ്കിൽ അത് ജോയിൻ്റ് ആണെന്ന് അർത്ഥം, അവിടെ കണക്ഷൻ ഉണ്ട്, അവിടെ മേർജ് ചെയ്യുന്നുണ്ടെന്നാണ്. നിങ്ങൾ ജസ്റ്റ് മുകളിൽ കൂടി മാത്രമേ പോകുന്നുള്ളെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് കണ്ടോ ചാടി പോകുന്ന പോലെ കാണിക്കാം. അപ്പോൾ വയർ ക്രോസിംഗ് വിത്തൗട്ട് ജോയിനിങ്. ഓക്കെ,
നെക്സ്റ്റ് ഇലക്ട്രിക് ബൾബ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കാം. ഇത് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. റെസിസ്റ്റർ കാണിക്കാൻ വേണ്ടി ഗുഡ് 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 എന്ന് പറഞ്ഞാൽ കാണിപ്പിക്കുക. വേരിയബിൾ റെസിസ്റ്റൻസ്, മാറ്റാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് നമ്മൾ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ റെസിസ്റ്റർ വരച്ചിട്ട് ഒരു ആരോ അതിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതാണ് റിയോസ്റ്റാറ്റ് അഥവാ വേരിയബിൾ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റും. അമ്മീറ്റർ എ എന്ന് എഴുതുക, സർക്കിൾ ഇടുക, പ്ലസ് മൈനസ് ഉണ്ടാവും. വോൾട്ട് മീറ്റർ സെയിം സാധനം വി. ഒരു കാര്യം ഓർത്ത് വെച്ചോ, അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസിലാണ് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ പേരിൽ തന്നെ ഉണ്ട്, വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള സാധനമാണ്. എപ്പോഴും നമ്മൾ സർക്യൂട്ടിൽ പാരലായിട്ട് കണക്ട് ചെയ്യും. എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കാണും ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ. പക്ഷേ ഈ ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഈ ബേസിക് കാര്യങ്ങളിൽ മാത്രം ചോദ്യങ്ങൾ വരും എക്സാമിൽ. ഫോർ എക്സാമ്പിൾ ഒരു CBSE PYQ ആണത്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is 1 volt. അതിൻ്റെ അർത്ഥം എന്താണ്? 1 volt ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചു. ഇഫ് ദി വർക്ക് ഡൺ ടു മൂവ് ചാർജ് ഓഫ് 1 coulomb ബിറ്റ്വീൻ 2 points is 1 joule, then the potential difference between those points is 1 volt. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ അത് തന്നെയാണ് എഴുതിയേണ്ടത്. അപ്പോൾ ഡിഫൈൻ 1 volt എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ആൻസർ സെയിം ആണ്, പക്ഷെ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. കണ്ടില്ലേ? വാട്ട് ഡു ദ സിമ്പിൾസ് ഗിവൺ ബിലോ റെപ്രസെന്റ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഇതെന്താണ് റെപ്രസെന്റ് ചെയ്ത്? റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. കോമഡി. അമ്മീറ്റർ വേരിയബിൾ റെസിസ്റ്റൻസ് അഥവാ റിയോസ്റ്റാറ്റ്. അമ്മീറ്ററിൻ്റെ പേർപ്പസ് എന്താണ്? ടു മെഷർ കറണ്ട്. റിയോസ്റ്റാറ്റ് അഥവാ വേരിയബിൾ റെസിസ്റ്റൻസ് പേർപ്പസ് എന്താണ്? ടു ഓഫർ റെസിസ്റ്റൻസ് ടു കറണ്ട്. പിന്നെ വേരിയബിൾ ആയതുകൊണ്ട് ക്യാൻ ബി വേരിഡ്, ദ റെസിസ്റ്റൻസ് ക്യാൻ ബി വേരിഡ് എന്നും കൂടി എഴുതി വെക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും, ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ടോപ്പിക്കിൻ്റെ പേര് ഓംസ് ലോ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് മനസ്സിലാക്കി. ആരാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുക? ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ബാറ്ററി പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തത്, അതായത് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സർക്യൂട്ടിൽ നിന്നുണ്ടാവും കറണ്ട് ഉണ്ടാവും. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയിരിക്കും കറണ്ട് ഉണ്ടാവുക. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോകും. സ്വിച്ച് ഓൺ ആണ്. സ്വിച്ച് നമ്മളിങ്ങനെ കാണിക്കുക, പക്ഷേ ഇവിടെ തൽക്കാലം ഈ സ്വിച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ കറണ്ട് ഉണ്ടാവും. സിമ്പിൾ. ബൾബിലൂടെ കറണ്ട് വന്നാൽ ബൾബ് കത്തും. ഓക്കെ, സിമ്പിൾ. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇവൻ്റെ വോൾട്ടേജ് ഞാൻ കൂട്ടിയാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ കൂട്ടുകയാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കറണ്ട് കൂടും. കാരണം വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് കറണ്ട് ഉള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിയാൽ കറണ്ട് കൂടും. ഇത്രയും ഓമും പറഞ്ഞിട്ടുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് വിളിക്കുക. എന്താണ് ഓംസ് ലോ? ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി കറണ്ട് ഫ്ലോയിങ് ബിറ്റ്വീൻ ദം. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഒരാളെ കൂട്ടിയാൽ മറ്റൊരാൾ കൂടും. അത്രേ ഉള്ളൂ. ഇതാ നോക്ക്, വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഒന്ന് കൂട്ടിയാൽ മറ്റേത് കൂടും. ആരാ പക്ഷെ നമ്മൾ കൂട്ടുക? അതിൽ കറണ്ടിനാണ് വോൾട്ടേജിനാണ് കൂട്ടുക? വോൾട്ടേജിനാണ് കൂട്ടുക. കാരണം വോൾട്ടേജ് കൂട്ടുമ്പോഴാണ് കറണ്ട് കൂടുക. അല്ലാണ്ട് കറണ്ട് കൂട്ടി വോൾട്ടേജ് കൂട്ടുന്ന പരിപാടിയില്ല. കാരണം വോൾട്ടേജ് ഫിക്സ്ഡ് ആണ്. ബാറ്ററിയുടെ വോൾട്ടേജ് ഫിക്സ്ഡ് ആയിരിക്കില്ലേ? അത് 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് 9 വോൾട്ടേ കൊടുക്കുള്ളൂ. അത് മാറ്റിയിട്ട് ഒന്നെങ്കിൽ ആ 9 വോൾട്ട് മാറ്റി വേറെ ബാറ്ററി 12 വോൾട്ട് വെക്കുമ്പോൾ കറണ്ട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കറണ്ട് ഇസ് ദി റിസൾട്ട്, വോൾട്ടേജ് ഇസ് ദി കോസ്. കാരണക്കാരൻ വോൾട്ടേജ് ആണ്, കറണ്ട് അതിൻ്റെ റിസൾട്ട് മാത്രം. അതുകൊണ്ട് കറണ്ട് മാജിക്കലി കൂട്ടാൻ പറ്റില്ല. മനസ്സിലല്ലേ? കറണ്ട് കൂട്ടി എന്നിട്ട് വോൾട്ടേജ് മാറില്ല. വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ കയറ്റും. സാധാരണ നമ്മൾ ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ ആർ എന്ന് വിളിക്കും. RI ഒരു കോൺസ്റ്റൻ്റ് ആണ് ആർ. ഓക്കെ, തിരിച്ചിട്ടാലോ? ഐ ആദ്യം എഴുതിയിട്ട് ആർ പിന്നെ എഴുതിയാലോ? ഈക്വേഷനാണ് V = IR ആണ് നമ്മൾ ഓംസ് ലോ എന്ന് വിളിക്കുക. ഈ ആർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അത് എന്തോ ഒരു കോമഡി കോൺസ്റ്റൻ്റ് അല്ല. അതിൻ്റെ പേരുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ പഠിക്കാണ്ട്. ഹീസ് കോൾഡ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കറണ്ടിനോട് ഉള്ള റെസിസ്റ്റൻസ്, കറണ്ടിനോടുള്ള ഓപ്പോസിഷൻ. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ടിൻ്റെ ഫ്ലോ ആ സർക്യൂട്ടിലൂടെ കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോ ആ സർക്യൂട്ടിലൂടെ കൂടും. അപ്പോൾ ഈ കാര്യം ഓർത്തോണം. അപ്പോൾ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും റെസിസ്റ്റൻസ് മാറ്റിയാൽ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കറണ്ട് കൺട്രോൾ ചെയ്യാം. ഒന്ന് ചെയ്യാം, ഈ ഫീല് നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഒന്ന് കറണ്ട് കൺട്രോൾ ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. ഒന്നെങ്കിൽ വോൾട്ടേജ് വെച്ചിട്ട്, അല്ല റെസിസ്റ്റൻസ് വെച്ചിട്ട്. വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും, റെസിസ്റ്റൻസ് കുറച്ചാൽ കറണ്ട് കൂടും. റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറണ്ട് കൂടില്ല, റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറണ്ട് കുറയാണ് ചെയ്യുക. റെസിസ്റ്റൻസ് കുറച്ചാലാണ് കറണ്ട് കൂടുക. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കറണ്ട് വെറുതെ നമ്മൾ മാറ്റാനില്ല, കറണ്ട് ഇങ്ങോട്ട് മാറ്റുക, കറണ്ട് കൂട്ട്. എങ്ങനെ കറണ്ട് കൂട്ടുക? അങ്ങനെ കറണ്ട് വെറുതെ കൂട്ടാൻ പറ്റും. ഒന്നെങ്കിൽ ഇത് വോൾട്ടേജ് കൂട്ടണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കണം. അതുവഴി കറണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുക. അല്ലാണ്ട് കറണ്ട് കൂട്ടുക എന്ന് പറഞ്ഞ സാധനമില്ല. അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓംസ് ലോ ബേസിക്കലി സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഗ്രാഫ് പഠിക്കണം. വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്തായിരിക്കും? എടോ കറണ്ട് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടാവും.
വോൾട്ടേജ് കൂടുന്നു, ഓട്ടോമാറ്റിക്കലി കറണ്ടും കൂടുന്നു. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ഗ്രാഫിന് ചെരിവില്ലേ, ആ ഗ്രാഫിൻ്റെ ചെരിവ് സ്ലോപ്പ് വിൽ ബി റെസിസ്റ്റൻസ്. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? റെസിസ്റ്റൻസ്. എത്രത്തോളം ചെരിഞ്ഞിട്ടാണോ അത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഇങ്ങനെ ആർക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്? ആർക്കാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്? ഇവനല്ല കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, അപ്പോൾ അവനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റൻസ് പരീക്ഷയിൽ വരും. ഓക്കെ, അപ്പോൾ എക്സാമിൽ ന്യൂമറിക്കൽസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ല, എന്തായാലും വരും. പ്രാക്ടീസ് ചെയ്യാം. If the potential difference applied across the conductor is 10 volt and the resistance of the conductor is 2 ohms, what is the current passing? തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക ആദ്യം. വോൾട്ടേജ് 10 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 2 ohms ആണ്, ഓമിൻ്റെ ചിഹ്നം ഇതാണ്. വാട്ട് ഇസ് ദി കറണ്ട് പാസിംഗ്? എത്രയാണ് കറണ്ട് പാസിംഗ്? ആയിക്കോട്ടെ, വി ഈസ് ഈക്വൽ ടു IR ഇക്വേഷൻ ഉപയോഗിക്കുക. ഐ ആണ് വേണ്ടത്, സോ ആറിന് താഴേക്ക് കൊണ്ടുപോവുക. ഇംപ്ലൈസ് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. വി എത്രയാണ്? 10. ആർ എത്രയാണ്? 2. 5 കറണ്ടാണ്, സോ ആംപിയർ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിൽ 1 മാർക്കിൽ ചോദിക്കാം കേട്ടോ. ചോദിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്, ചോദിക്കാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ ഇലക്ട്രിക് ഹീറ്റർ ഇസ് 60 വോൾട്ട് വെൻ ഇറ്റ് ഡ്രോസ് 4 ആംപിയർ കറണ്ട് ഫ്രം ദി സോഴ്സ്. അപ്പോൾ 60 വോൾട്ട് ഉള്ളപ്പോൾ 4 ആംപിയർ ആണ് കറണ്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദ കറണ്ട് ഇഫ് ദ കറണ്ട് ഡ്രോൺ എന്നാണ് ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഇൻക്രീസ് ടു 120 വോൾട്ട്. അപ്പോൾ 120 വോൾട്ടിലേക്ക് വോൾട്ടേജ് കൂട്ടിയാൽ, അതായത് ബേസിക്കലി വോൾട്ടേജ് ഡബിൾ ആക്കിയാൽ, 60 നിന്ന് 120ലേക്ക് ഡബിൾ ആക്കിയാൽ കറണ്ട് എത്ര സംഭവിക്കും? കോമൺ സെൻസ് നമുക്കറിയാം. ഇവിടെ ഇക്വേഷൻ ഒരു ആവശ്യമില്ല, ഇക്വേഷൻ വെച്ച് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? കാരണം നമുക്കറിയാം വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് 60 നിന്ന് 120 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡബിൾ അല്ലേ ആക്കുന്നത്, ഇൻറ്റു 2 ടൈംസ് അല്ല ആക്കുന്നത്. ഓട്ടോമാറ്റിക്കലി കറണ്ടും എന്താണ്? 2 ടൈംസ് ആവും. കഴിഞ്ഞു. വോൾട്ടേജ് ഡബിൾ ആക്കിയാൽ കറണ്ടും ഡബിൾ ആവും. അത്ര സിമ്പിളാണ് കാര്യം. കറണ്ട് ഓൾറെഡി 4 ആംപിയർ അല്ലേ, ആൻസർ എന്താണ്? കറണ്ട് ഡബിൾ ആവും. ദാറ്റ് ഈസ് ആൻസർ. കറണ്ട് ബിക്കംസ് 8 ആംപിയർ. അപ്പോൾ എഴുതി വെക്കുക. യൂസിങ് ഹോംസ് ലോ, വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇഫ് വോൾട്ടേജ് ഡബിൾസ് കറണ്ട് വിൽ ഓൾസോ ഡബിൾ. ആൻസർ ഇസ് 4 നിന്ന് 8ലേക്ക് ആവും. കഴിഞ്ഞു. ഫോർമുലയൊക്കെ വെച്ച് ചെയ്യാം, പക്ഷേ ആവശ്യമില്ല. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ കോമൺ സെൻസും വേണം. കോമൺ സെൻസ് എപ്പോഴാണ് വരിക? കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ, അല്ലാണ്ട് വെറുതെ കോൺഫിഡൻസ് കിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ കോൺസ്റ്റൻറ്റ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഓക്കെ, ആ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആ റെസിസ്റ്റൻസിനെ മാറ്റാനൊക്കെ പറ്റും കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ. വെറുതെ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് കൂട്ടിയാൽ ഒന്നും റെസിസ്റ്റൻസ് മാറില്ല. പക്ഷേ റെസിസ്റ്റൻസ് നമുക്ക് ആ സാധനത്തിനെ പിടിച്ചിട്ട് കുറച്ച് മാറ്റങ്ങൾ ചെയ്താൽ റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റും. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ വയർ, ഫോർ എക്സാമ്പിൾ ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് തിക്കായിട്ടുള്ള വയറാണ്. ആ വയറിന് ഒരു ഏരിയ ഉണ്ട്. ദിസ് ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പോൾ ഒരു വയർ എടുക്കുകയാണെങ്കിൽ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടർ പോലെ ഉണ്ടാവുക. സാധാരണ വയർ നോക്കി ഇങ്ങനെ ഉണ്ടാവും, പക്ഷേ നല്ല സൂം ചെയ്ത് ഒരു 20x സൂം ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ പോലെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടാവില്ല. ഈ സർക്കിൾ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും. പിന്നെ റോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. റോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവൻ്റെ റെസിസ്റ്റിവിറ്റി. റോ എന്ന് പറഞ്ഞാൽ അവൻ്റെ റെസിസ്റ്റിവിറ്റി ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു പ്രോപ്പർട്ടി. എന്താ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് അവന് റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷനും ഉണ്ട്, പഠിച്ചു വെച്ച ഇക്വേഷൻ ഇസ് റോ എൽ ബൈ എ. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇസ് റോ എൽ ബൈ എ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, വിച്ച് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ വയർ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ പല മെറ്റീരിയൽസ്, സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, കോൺസ്റ്റൻ്റ് ഉണ്ട്, മാംഗനീൻ, നിക്രോം ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. എന്ത് സാധനം വെച്ചിട്ട് നമുക്ക് വയർ ഉണ്ടാക്കാം. ഓരോ വയറിനും ഓരോ മെറ്റീരിയലിനും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. എത്രത്തോളം കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന പ്രോപ്പർട്ടീനാണ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ മെറ്റീരിയലിനും റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. പിന്നെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും റെസിസ്റ്റൻസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. പിന്നെ എത്ര നീളം നിങ്ങൾ എടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എത്ര ഏരിയ, എത്ര തിക്നെസ്. ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സർഫസ് ഏരിയ അല്ല, ആ ക്രോസ് സെക്ഷൻ ഏരിയ, എത്ര തിക്നെസ് ഉണ്ട്. ഏരിയ കുറവാണ് തിൻ വയർ ആയിരിക്കും, ഏരിയ കൂടുതലാണ് തിക്ക് വയർ ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റിവിറ്റി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റിവിറ്റി മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ റെസിസ്റ്റിവിറ്റി ലെങ്തിനെയോ ഏരിയനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. റെസിസ്റ്റിവിറ്റി വേറെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റീരിയലിൻ്റെ. ഫോർ എക്സാമ്പിൾ നോക്ക്, സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റി ഇത്രയാണ്, കോപ്പറിൻ്റെ ഇത്രയാണ്, കോൺസ്റ്റൻ്റ് ഇത്രയാണ്, ഗ്ലാസിൻ്റെ ഇത്രയാണ്. അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് ഫിക്സ്ഡ് ആയിരിക്കും. അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? അത് ഒബ്വിയസ്ലി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ വേറൊരു കാര്യത്തും കൂടി ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിൽവറിൻ്റെ കുറച്ച് മാറും, കുറേ മാറില്ല, കുറച്ച് മാറും. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇപ്പം ഈ നിക്രോമിൻ്റെ കുറച്ച് മാറും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസി കളിയിൽ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. റെസിസ്റ്റിവിറ്റി ആകെ മെറ്റീരിയലിനും ടെമ്പറേച്ചറിനും ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യില്ല. റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റിവിറ്റിനെ, ലെങ്ത്തിനെ, ഏരിയനെ. റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, ഒബ്വിയസ്ലി ടെമ്പറേച്ചർ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി പക്ഷേ എത്ര ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും.
യൂണിറ്റ്സ് പഠിച്ചു നോക്കുക. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, ഓംസ് ആണ്. ഇവൻ്റെ ഓം മീറ്ററാണ്. ഒബ്വിയസ്ലി ലെങ്ത്തിൻ്റെ മീറ്ററും ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഈ റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയൽസിന് ബൈ ഹാർട്ട് പഠിക്കേണ്ട. പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണുള്ളത്: കണ്ടക്ടേഴ്സ്, അലോയ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ ലോ ആയിരിക്കും. 1.6 × 10⁻⁸. ഇത് 0.00000016 ആണ് വരിക. ഭയങ്കര ലോ ആണ്. നല്ല കാര്യമല്ലേ? റെസിസ്റ്റിവിറ്റി, കറണ്ടിനോടുള്ള എതിർപ്പ് കുറവാണെങ്കിൽ കറണ്ട് നന്നായിട്ട് ഒഴുകും. അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നല്ല റെസിസ്റ്റിവിറ്റി കുറവുള്ള ആൾക്കാർ, ശ്രദ്ധിക്കുക, റെസിസ്റ്റിവിറ്റി കുറവുള്ള ആൾക്കാരാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലുള്ള ആൾക്കാർ നോക്കിക്കേ, ഇപ്പം ഗ്ലാസ്, റബ്ബർ, എബണൈറ്റ്, ഡയമണ്ട്, പേപ്പർ, റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും, അഥവാ പുവർ കണ്ടക്ടേഴ്സ്. അവർ കണ്ടക്ട് ചെയ്യില്ല കറണ്ട്, ഭയങ്കര റെസിസ്റ്റിവിറ്റി ആയിരിക്കും. 10⁻14, അത് 1000 14 0, അത്രയും റെസിസ്റ്റിവിറ്റിയാണ്. ഭയങ്കര ഡിഫറൻ്റ് ആണ്. രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരാണ് അലോയ്സ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മിനിമം 2 മെറ്റൽസ് എങ്കിലും കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ആൾക്കാരാണ് അലോയ്സ്. ഫോർ എക്സാമ്പിൾ ഇതിൽ നിക്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ അലോയ് ഓഫ് നിക്കൽ എന്ന് പറഞ്ഞ മെറ്റൽ, ക്രോമിയം ആൻഡ് അയൺ, അല്ലെങ്കിൽ മാംഗനീസ് ഉപയോഗിക്കാം. മാംഗനീസ് എന്ന് പറഞ്ഞാൽ കോപ്പർ, മാംഗനീസ്, നിക്കൽ. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയ ആൾക്കാരാണ് അലോയ്സ്. അലോയ്സിൻ്റെ റെസിസ്റ്റിവിറ്റി നിങ്ങൾ കണ്ടോ, രണ്ടിൻ്റെ ഇടയിലാണ് വരിക. 10⁻⁻8 കൂടുതലാണ്, എന്നാൽ 10⁻14 കുറവാണ്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലാണ് റെസിസ്റ്റിവിറ്റി വരിക. ജനറലി നമ്മൾ നോക്കുകയാണ് കണ്ടക്ടേഴ്സിനെക്കാളും കൂടുതലായിരിക്കും റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ ഒരു റേഞ്ച് ഓർത്ത് വെച്ചാണ്, നമ്പേഴ്സ് ഓർത്ത് വെക്കേണ്ട, ജസ്റ്റ് ആ ഒരു റേഞ്ച്. കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കണം. റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ അലോയ് ഈസ് ജനറലി ഹയർ ദാൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽസ്. അതിൻ്റെ അർത്ഥം എന്താണ്? എടോ ഫോർ എക്സാമ്പിൾ, അലോയിലൊരു എക്സാമ്പിളാണ് നിക്രോം. നിക്രോം എന്ന് പറഞ്ഞാൽ നിക്കൽ, ക്രോമിയം, അയൺ എന്ന് പറഞ്ഞാൽ 3 മെറ്റൽസിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെ അയണിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും അല്ലേ? അല്ല, ഈ 3 ആൾക്കാർക്ക് റെസിസ്റ്റിവിറ്റിൻ്റെ ആവറേജ് ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും നിക്രോമിൻ്റെ. അപ്പോൾ 3 പേരും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 3 പേരുടെ ആവറേജ് റെസിസ്റ്റിവിറ്റി അല്ല നിക്രോമിന് കിട്ടുക, അതിനേക്കാളും കൂടുതൽ ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും നിക്രോമിന് കിട്ടുക. നിക്രോമിന് മാത്രമല്ല, എല്ലാ അലോയ്ക്കും റെസിസ്റ്റിവിറ്റി ഓഫ് എൻ അലോയ് ഈസ് ജനറലി ഹയർ ദാൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. അതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽസിനേക്കാളും കൂടുതലായിരിക്കും ആ മൊത്തത്തിൽ ആ അലോയിൻ്റെ റെസിസ്റ്റിവിറ്റി. രണ്ടാമത്തെ കാര്യം, അലോയ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, പരീക്ഷ ചോദിക്കും. അലോയ്സ് ഡു നോട്ട് ഓക്സിഡൈസ്. ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ബേൺ ചെയ്യാന്നാണ്. ഓക്കെ, റെഡിലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ദെയർഫോർ ദേ ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ് ലൈക്ക് ഇലക്ട്രിക് അയൺ ടോസ്റ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രിക് അയൺ ടോസ്റ്റേഴ്സിലൊക്കെ ഹീറ്റിംഗ് കോയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അലോയ്സ് ആണ് ഉണ്ടാക്കുക, അലോയ്സ് ആണ് ഉപയോഗിക്കുക. കാരണം ഹൈ ടെമ്പറേച്ചർ വന്നാലും അത് കത്തിപ്പോവില്ല. ഫോർ എക്സാമ്പിൾ നിക്രോം, പൊതുവേ നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് നിക്രോം. നിക്രോം ഒരു അലോയ് ആണ്, ഓർത്ത് വെച്ചോ. ടങ്സ്റ്റൺ ഈസ് യൂസ് ഫോർ ഫിലമെന്റ്സ്. ബൾബിൻ്റെ ഇൻകാൻഡസൻ ബൾബ്, പണ്ടത്തെ, ഇപ്പോഴത്തെ LED ബൾബല്ല, പഴയ ബൾബിൽ ടങ്സ്റ്റൺ ആണ് നമ്മൾ ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. വേറാസ് കോപ്പർ ആൻഡ് അലൂമിനിയം ആർ ജനറലി യൂസ് ഫോർ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസ്. അപ്പം കണ്ടക്ടേഴ്സ് ആയിട്ട്, വയേഴ്സ് ആയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക കോപ്പർ ആൻഡ് അലൂമിനിയം ആണ്, എന്നാൽ ടങ്സ്റ്റൺ നമ്മൾ ഫിലമെൻ്റ് ആയി ഉപയോഗിക്കുക. അത് ഓർത്ത് വെച്ചോ, എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ കാണും ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത്രയും തിയറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. ഓക്കെ, ഫസ്റ്റ് ഡിഫൈൻ 1 ohm. വീണ്ടും നമ്മൾ ഇക്വേഷൻ എഴുതും. നമുക്കറിയാം V = IR ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഓംസ് ലോൻ്റെ. അതിൽ ആറിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിക്കേ. ആറിനെ ഇവിടെ നിർത്താം, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, I താഴേക്ക് പോകും. R = V/I. ഓക്കെ, R = V/I എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 ആക്കാം. 1 ohm അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, വോൾട്ടേജിനെ 1 volt ആക്കുക, കറണ്ടിനെ 1 ampere ആക്കുക. യു വിൽ ഗെറ്റ് 1/1 ohm എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. ബൈ ദ വേ, ഓം എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ ആംപിയർ ആണെന്നുള്ള ഒരു കാര്യം കൂടെ ഓർത്തിച്ചോ, എക്സാമിന് ചോദിക്കാം. എനിവേ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഇവിടെ ഇത്രേ ഉള്ളൂ. ഒരു വയറിലൂടെ നിങ്ങൾ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ, 1 വോൾട്ടേജ് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ 1 ampere ആണ് ആ ഒരു വയറിലൂടെ അല്ല ആ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നെങ്കിൽ, 1 volt കൊടുക്കുമ്പോൾ 1 ampere ഒഴുകണം നിർബന്ധമില്ല. പക്ഷേ 1 volt കൊടുക്കുമ്പോൾ 1 ampere ആണ് ഒഴുകുന്നതെങ്കിൽ അവൻ്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. 1 volt കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആംബിയർ ആണോ ഒഴുകുന്നെങ്കിൽ അവൻ്റെ റെസിസ്റ്റൻസ് വേറെ എന്താണ്. പക്ഷേ 1 ohm റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 volt കൊടുക്കുമ്പോൾ 1 ampere ഒഴുകണം, അത്രേ ഉള്ളൂ. എഴുതിക്കോ. If the potential difference across the two ends of wire conductor is 1 volt and the current through it is 1 ampere, then the resistance of the conductor is 1 ohm. അങ്ങനത്തെ റെസിസ്റ്റൻസിൻ്റെ എന്താണ്? റെസിസ്റ്റൻസ് ആണ് 1 ohm. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ ആംബിയർ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചു. ഇതൊക്കെ ചോദിക്കട്ടോ, തമാശയല്ലേ ചോദിക്കുക. ഓക്കെ, മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നോക്ക്, 2 wires A and B of the same material having same length ആണ് ആൻഡ് സെയിം മെറ്റീരിയലുമാണ്. അപ്പം ഒരു കാര്യം മനസ്സിലായി, റെസിസ്റ്റിവിറ്റി സെയിം ആണ്,
റെസിസ്റ്റിവിറ്റി സെയിം ആണ്, ലെങ്ത് സെയിം ആണ്, ആയിക്കോട്ടെ. ആൻഡ് ഡയമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ ഇല്ല, ഡിഫറെൻ്റ് ആണ്. 0.2 mm 0.3 mm കണക്റ്റഡ് 1/1 എന്ന സർക്യൂട്ട് മാറി കണക്ട് ചെയ്തു. വിച്ച് ഓഫ് ദീസ് വയേഴ്സ് വിൽ ഓഫർ മോർ റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട്? ആർക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് എന്നാ ചോദ്യം. അവിടെ സിമ്പിൾ ചോദ്യമല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. റെസിസ്റ്റൻസ് നിനക്ക് ഡിപ്പെൻഡ് ചെയ്യും റോ L/A എന്നാണ്. റോ സെയിം ആണ്, L സെയിം ആണ്. ഇനി ഏരിയയുടെ കാര്യം മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ, അതിന് ഡിപ്പെൻഡ് ചെയ്യും ഓബ്വിയസ്ലി. ഏരിയ ആർക്കായിരിക്കും കൂടുതൽ? ഡയാമീറ്റർ കൂടിയ ആൾക്ക് ഏരിയ കൂടുതലായിരിക്കും. ഡയമീറ്റർ കൂടിയ ഏരിയ കൂടും, ഡയമീറ്റർ കുറവുള്ള ആൾക്ക് ഏരിയ കുറവായിരിക്കും. റെസിസ്റ്റൻസ് എപ്പോഴാണ് കൂടുക? ഏരിയ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? ഒബ്വിയസ്ലി ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, ലെങ്ത് മുകളിലാണുള്ളത്. റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, കാരണം വീണ്ടും റെസിസ്റ്റിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് മുകളിലാണുള്ളത്. ഏരിയ താഴെയാണുള്ളത്. താഴെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? താഴെയുള്ള ആൾക്കാർ കുറയുമ്പോഴാണ് മറ്റവും കൂടുക. താഴെയുള്ള ആൾക്കാർ കുറയുമ്പോൾ മറ്റവും കൂടും, അതേ ആൻസർ കൂടുകയും നേരെ തിരിച്ച് ഇവൻ കൂടുമ്പോൾ ആൻസർ കുറയുകയാണ് ചെയ്യുക, റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ കിട്ടണമെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഷുഡ് ഡിക്രീസ്. ഏരിയ കുറവുള്ള ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏരിയ കുറവുള്ള ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. ഇക്വേഷൻ പറയുന്നുണ്ട് താഴെയുള്ള ആൾ കുറയുമ്പോഴാണ് ആൻസർ കൂടുക, റെസിസ്റ്റൻസ് കൂടും. ഏരിയ കുറവാർക്കാണ്? ഡയമീറ്റർ കുറവുള്ള ആൾക്ക്. സോ ദി ആൻസർ ഇസ് ഡയമീറ്റർ കുറവുള്ള ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. ഡയമീറ്റർ കുറവാർക്കാണ്? ഒന്നും ആലോചിക്കാനില്ല, 0.2 mm. 0.2 mm വയറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. ഇത് ഒരു ഇൻറ്റ്യൂറ്റീവ് രീതിയിൽ ഓർത്തുക. ഇവിടെ 2 വയർസ് ഉണ്ട്, ഒരു ഇത്രയും തിന്നായിട്ടുള്ള വയർ, ഒരു തിക്കായിട്ടുള്ള വയർ. കറണ്ട് കൂടുതൽ എളുപ്പത്തിൽ ഒഴുകിയതിലൂടെയാണ്, തിക്കായിട്ടുള്ള വയറിലൂടെയല്ലേ. എന്താ? കുറേ സ്ഥലമുണ്ട് തിക്ക് വയറിൽ, തിൻ വയറിൽ ഇത്രയും സ്ഥലമുള്ളൂ, സെയിം ലെങ്ത് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ തിക്ക് വയറാണ് കറണ്ട് നല്ല ഒഴുകുക, ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ഈസ് ലോ. തിൻ വയറാണ് കറണ്ട് ഒഴുകാൻ സ്ട്രഗിൾ ചെയ്യും, സോ റെസിസ്റ്റിവിറ്റി അഥവാ റെസിസ്റ്റൻസ് ഇസ് ഹൈ. ഇത്രേ ഉള്ളൂ സംഗതി. അങ്ങനെ ഓർത്ത് ഇൻറ്റ്യൂറ്റീവ്ലി ഓർത്തുക. പക്ഷേ എക്സാമിൽ ഇൻറ്റ്യൂറ്റീവ് മാത്രം മതിയാവില്ല, ആൻസർ എഴുതി വെക്കണം അങ്ങനെ പ്രോപ്പറായിട്ട്. ഓക്കെ. ദി ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി ഓഫ് 3 മെറ്റീരിയൽസ് A, B and C ആർ ഗിവൺ. ഇതും PY ആണ് കേട്ടോ. ABC കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദീസ് മെറ്റീരിയൽസ് ഇസ് കണ്ടക്ടർ, അലോയ്, ഇൻസുലേറ്റർ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്ര കണ്ടത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ആർക്കായിരിക്കും ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഓപ്പോസിഷൻ ഇൻസുലേറ്റേഴ്സിനായിരിക്കും. ഏറ്റവും കൂടുതൽ ഇവനല്ലേ 10⁻17 10⁻6 -8 ആണ്. ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും, കറണ്ടിനെ കടത്തി വിടില്ല. ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി ആർക്കായിരിക്കും ഉണ്ടാവുക? കണ്ടക്ടറിന്. ഏറ്റവും കുറവ് ഇതല്ലേ? സിക്കല്ലേ? സി കണ്ടക്ടറാണ്. ഇടയിൽ കിടക്കുന്ന ആളായിരിക്കും എല്ലാം കഴിഞ്ഞു. ഇത് ഓർത്തുകൊണ്ട റേഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഓർഡർ ഓർത്തുക്കണം. അപ്പോൾ കഴിഞ്ഞു. അടുത്ത ചോദ്യം. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദീസ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റേറ്റ് വൺ യൂസ് ഓഫ് ഈച്ച് മെറ്റീരിയൽ ഇൻ ദ ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസ്, സേ ഇലക്ട്രിക് സ്റ്റവർ. അപ്പോൾ യൂസും എക്സാമ്പിളും പറയാം. ഇൻസുലേറ്ററിന് എക്സാമ്പിൾ റബ്ബർ പറയാം. കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക്കൽ വയർസിന് കോട്ടിംഗ് നമ്മൾ റബ്ബർ പറയും. പിന്നെ വേറെ പല എക്സാമ്പിൾസും നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അല്ലെ സ്റ്റവിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആ വയറിൻ്റെ ചുറ്റുമുള്ള കോട്ടിംഗ് നമ്മൾ റബ്ബർ വെച്ചിട്ടാണ് ചെയ്യുക. കാരണം എന്താണ്? കറണ്ട് ഷോക്ക് അടിക്കില്ല നമുക്ക്, കാരണം ഇറ്റ്സ് എൻ ഇൻസുലേറ്റർ. എക്സാമ്പിൾ ഓഫ് കണ്ടക്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കണ്ടക്ടർ എക്സാമ്പിൾ ടങ്സ്റ്റൺ ഒരു കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ആണ്. അല്ലെ അലൂമിനിയം, കോപ്പർ ഒക്കെ നിങ്ങൾക്ക് പറയാം. ടങ്സ്റ്റൺ നമ്മുടെ വെച്ചിരിക്കും. ടങ്സ്റ്റൺ ഈസ് യൂസ്ഡ് ആസ് ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ വയർ പറയാം. അപ്പോൾ ഈ വയേഴ്സ് ഉപയോഗിക്കുന്നത് എന്താണ്? അല്ല ലൈൻസ് ഇലക്ട്രിക്കൽ ലൈൻസ് ഉപയോഗിക്കുന്നത് അലൂമിനിയം അല്ല കോപ്പർ എന്നാണ് എല്ലാവരും പറയാം. അതും ഒരു എക്സാമ്പിളാണ്. അലോയിൻ്റെ എക്സാമ്പിളാണ് കോൺസ്റ്റന്റിൻ, മാംഗനീനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നിക്രോമാണ്. നിക്രോം ഹീറ്റിംഗ് എലമെന്റ് അഥവാ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് കെറ്റിൽ, ഇലക്ട്രിക് ഹീറ്റർ എന്ത് വേണം പറയാം. ഓക്കെ. അപ്പോൾ ഈ 3 എക്സാമ്പിൾസും അതിൻ്റെ യൂസസും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആയിരിക്കും. എക്സാമിൽ ഡയറക്റ്റ്ലി ചോദിക്കാം. ഓക്കെ. ഒരു ന്യൂമറിക്കലാണ്, കുറച്ച് വെറുപ്പിക്കലാണ്, എന്നാലും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഇസ് ഇത്ര, ഓഫ് വയർ ഓഫ് ഇത്ര സെന്റിമീറ്റർ ലെങ്ത് ആണ്, ഈസ് ഇത്ര 14 ohm ആണ്. ഇഫ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഇസ് 44 × 10⁻⁸ ohm meter, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി വയർ. ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് തന്ന കാര്യങ്ങൾ എഴുതാം. റെസിസ്റ്റൻസ് എന്നുണ്ടല്ലോ, യെസ്, R is equal to 14 ohms. ഓക്കെ. റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ടല്ലോ, റോ is equal to 44 × 10⁻⁸ ohm meter. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ 3 മാർക്ക് ക്വസ്റ്റനിൽ, ഇത് 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചത്. ഇത് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതി വെച്ചാൽ തന്നെ 1/2 മാർക്ക് കിട്ടി. അപ്പോൾ എപ്പോഴും ഒന്നും അറിയില്ലെങ്കിൽ എഴുതി തുടങ്ങാം. മാത്രമല്ല എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ മനസ്സിലാവും 6 തന്ന് റോ, അപ്പോൾ L അങ്ങനെയൊക്കെ ചിന്തിക്കാം നമുക്ക്. ഓക്കെ. ലെങ്ത് അറിയില്ല. എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ. ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ഓഫ് ഇത്രേ, ഇത് ലെങ്ത് അല്ലായിരുന്നുണ്ടോ ബൈ ദ വേ. റെസിസ്റ്റൻസ് ഓഫ് വയർ ഓഫ് 0.01 സെന്റിമീറ്റർ, റേഡിയസ് ഈസ് ഇത്ര. അപ്പോൾ റേഡിയസ് ആണ്. അപ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വായിക്കണം. ഞാൻ നേരത്തെ കാണിച്ച പോലെ വായിക്കരുത്. എനിവേ റേഡിയസ് ഈസ് ഈക്വൽ ടു 0.01 സെന്റിമീറ്റർ. ഈ 0.01 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.01 എന്ന് പറഞ്ഞാൽ നമുക്ക് 10⁻²ലേക്ക് ആക്കാം.
ഇവിടുന്ന് 2 ചാട്ടം ചാടിയിട്ടല്ലേ, 1ൻ്റെ ഇവിടുന്ന് 2 ചാട്ടം ചാടിയിട്ടില്ല കുത്തിട്ടത്. ദാറ്റ് ഈസ് 10⁻² ആണത്. 10⁻⁻, അല്ലേ? 10⁻³ എന്നാണ് 0.001. 3 ചാട്ടം ചാടി കുത്തിട്ടാൽ 10⁻³. 2 ചാട്ടം ചാടി കുത്തിട്ടാൽ 10⁻². ഒരു ചാട്ടം ഓർത്ത് വെച്ചോട്ടോ, അറിയില്ലേ പഠിച്ചു വെച്ചോ. 10⁻² ഫുള്ള് പറഞ്ഞുതരാം. ഇനിയിപ്പം 0.1 എന്നാൽ 10⁻⁻1, 0.01 എന്നാൽ 10⁻², 0.00 എന്നാൽ 10⁻³ അതിൻ്റെ പാറ്റേൺ കിട്ടുന്നുണ്ടോ? ഒരു ചാട്ടം ഇവിടുന്ന് ഒരു 1 ഇവിടുന്ന് ഒരു ചാട്ടം ചാടി കുത്തിട്ടാൽ 10⁻⁻1 ഒരു ചാട്ടം അല്ലേ. 2 ചാട്ടം ചാടി കുത്തിട്ടാൽ 10⁻², 3 ചാട്ടം ചാടി കുത്തിട്ടാൽ 10⁻³ അത്രേ ഉള്ളൂ. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറയണം. പക്ഷെ അപ്പോൾ സെൻറ്റിമീറ്ററിലാണ്, ലെങ്ത്തിന് യൂണിറ്റ് സെൻറ്റിമീറ്റർ അല്ല, SI യൂണിറ്റ് മീറ്റർ ആണ്. കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അപ്പോൾ അതും പഠിക്കണം. സാർ അതറിയില്ല, പഠിച്ചോ, അപ്പോൾ എല്ലാം പഠിക്കാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. 1 മില്ലിമീറ്ററും കൂടി പഠിച്ചു വെച്ചോ, എക്സാം വരാം. 10⁻³ മീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മില്ലിമീറ്ററിനെ മീറ്ററാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നേരെ തിരിച്ചും വരാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വേണേൽ 1 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനൊക്കെ വരാം. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² സെൻറ്റിമീറ്റർ ആണ്. നേരെ തിരിച്ച് മൈനസ് ഇല്ലാന്നേ ഉള്ളൂ. ഇവിടെ -2 എന്നായിരുന്നു, ഇവിടേക്ക് പോകുമ്പോൾ 2 എന്നേ ഉള്ളൂ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10⁻³ മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഈ കൺവേർഷൻസ് പഠിച്ചു. സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ നമ്മൾ കൺവേർഷൻ പഠിച്ചു. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഇത്രയും കൺവേർഷൻസ് മതി, ധാരാളം. ഈ കൺവേർഷൻസ് പഠിച്ചു. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ 10⁻² നെ ഓൾറെഡി 10⁻² ആണ്, ഒരു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മീറ്റർ ആവും. 1 സെൻറ്റിമീറ്റർ 10⁻² മീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ അല്ല, 10⁻² മീറ്റർ. അപ്പോൾ ഒരു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്റർ ആവും. 10⁻², 10⁻², 2 -2 + -2 -4 ആണ്. 10⁻⁻4 മീറ്റർ എന്ന് റേഡിയസ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്പ് എഴുതുമ്പോൾ മൊത്തം തെറ്റായിരിക്കും വരിക. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതില്ലാണ്ട് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെക്കുക. ഇനി ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് R = ρl/a ഫോർമുല അറിയാം. എല്ലാണ് വേണ്ടത്. സോ എനെ അങ്ങോട്ട് കൊണ്ടുപോകാം, റോനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ L = a മുകളിൽ പോവും, RA/ρ എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പരിപാടി തീർക്കുക. R എത്രയാ? 14 ohms. A എത്രയാ? A നമുക്കറിയില്ല. പക്ഷേ A എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് വയറിൻ്റെ. സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. സർക്കിളിൻ്റെ ഏരിയ πr². അപ്പം πr². വാട്ട് ഈസ് R? R 10⁻⁻4 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. R², അതെ 10⁻⁻4². πr², π 10⁻⁻4² ഡിവൈഡഡ് ബൈ റെസിസ്റ്റിവിറ്റി എത്രയാ തന്നിട്ടുണ്ട്? ഇതല്ല റെസിസ്റ്റിവിറ്റി, ഇതല്ലേ 44 10⁻⁸. ഇത്ര എഴുതി വെക്കുമ്പോൾ തന്നെ പകുതി മാർക്ക്, 3 മാർക്കിൽ 2 മാർക്ക് കിട്ടി. ഇനി ബാക്കിയുള്ള കാൽക്കുലേഷൻ കിട്ടും. ഇവിടെ π 22/7 എടുക്കാം, കാരണം ഇത് 14 ആണ്. 7ഉം 14ഉം കട്ടാവും നമുക്കറിയാം. അപ്പോൾ R = 14 × 22/7 × 10⁻⁻4² എത്രയാ? ഒരു പവറിനെ വീണ്ടും പവർ ചെയ്യുകയാണെങ്കിൽ ആ പവേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 8 ആണ് വരിക, അഥവാ -4 × 8 ആണ് വരിക. 10⁻⁻8 വരും. പവറിൻ്റെ പവർ എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം പവേഴ്സ് തമ്മിൽ. ഡിവൈഡ് ബൈ 44 × 10⁻⁻. ഒബ്വിയസ്ലി 7ഉം 14ഉം കണ്ടിട്ട് 2 കിട്ടും. 2 × 22 എത്രയാ? 2 × 22 44 ആണ് വരിക. ഓക്കെ, സോ 44 × 10⁻⁸ മുകളിൽ, താഴെയും 44 × 10⁻⁸ ആണ്. ബേസിക്കലി രണ്ടും കട്ട് ചെയ്തിട്ട് ആൻസർ വിൽ ബി, നമ്മളെന്താ R അല്ല കണ്ടുപിടിക്കുന്നത്, ബൈ ദ വേ ഞാൻ L അല്ല കണ്ടുപിടിക്കുന്നത്, സോറി കേട്ടോ. L = 1, മുകളിലും താഴെ കട്ട് ചെയ്ത് പോയി. ആൻസർ വിൽ ബി 1 മീറ്റർ. 1 മീറ്റർ ആയിരിക്കും എൻ്റെ ലെങ്ത്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ട്രിക്കി ആയിട്ടുള്ള കാര്യം ഫോർമുല ഒന്നുമല്ല. ദിസ് ഇസ് ഈസി. കൺവേർഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. കൺവേർഷൻ പഠിക്കണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, കൺവേർഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഓക്കെ, വീണ്ടും ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ദ IV ഗ്രാഫ് ഓഫ് 3 റെസിസ്റ്റേഴ്സ് R1, R2, R3. സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. ആരാണ് കൂടുതൽ? അതാണ് കണ്ടുപിടിക്കണം. R1, R2, R3 ആരാ കൂടുതൽ? ഇവിടെ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് ആണോ? അല്ല. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് മുകളിൽ വോൾട്ടേജും താഴെ കറണ്ടുമാണ്. അങ്ങനെ വരുമ്പം അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? അതിൻ്റെ സ്ലോപ്പ് റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. ഇത് IV, ഇത് അത് നമ്മൾ പഠിച്ച VI ഗ്രാഫ്. ഇത് തന്നിരിക്കുന്ന IV ഗ്രാഫ്, നേരെ തിരിച്ചുള്ള ഗ്രാഫാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ വർക്കാവുക? നമ്മൾ പഠിച്ച ഗ്രാഫിൽ VI ഗ്രാഫിൽ നമ്മളെന്താ പറഞ്ഞത്? സ്ലോപ്പ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, അഥവാ സ്ലോപ്പ് കൂടിയ ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, സ്ലോപ്പ് കുറഞ്ഞ ആൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. സിമ്പിൾ. കാരണം സ്ലോപ്പ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. സ്ലോപ്പ് കൂടിയ റെസിസ്റ്റൻസ് കൂടും, സ്ലോപ്പ് കുറഞ്ഞ റെസിസ്റ്റൻസ് കുറയും. ഇത് നേരെ ഈ ഉൾട്ടാ ഗ്രാഫാണ്. V താഴെയും I മുകളിലും. അപ്പം ഈ ലോജിക്കും നേരെ തിരിയും.
അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് സ്ലോപ്പ് കൂടിയ ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കില്ല, കുറവായിരിക്കും. സ്ലോപ്പ് കുറഞ്ഞ ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ലോജിക്ക് മാറി റെസിസ്റ്റൻസ് സ്ലോപ്പ് കൂടിയ ഏറ്റവും ചെരിവ് കൂടിയ ആളാണ് ഇവനാണ്. ചെരിവ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആട്ടോ ബേസിക്കലി. അപ്പോൾ ഏറ്റവും ചെരിവ് കൂടിയ ആൾ ഇവനാണ്. സ്ലോപ്പ് മാക്സിമം ഇവനാണ് അല്ലേ, സ്ലോപ്പ് മാക്സിമം ഇവനാണുള്ളത്. സ്ലോപ്പ് മാക്സിമം ആണെങ്കിൽ ഈ ഗ്രാഫിലാണ് സ്ലോപ്പ് മാക്സിമം റെസിസ്റ്റൻസ് മാക്സിമം വരുന്നത്. പക്ഷേ ഈ ഗ്രാഫിൽ സ്ലോപ്പ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും. സ്ലോപ്പ് ഏറ്റവും മിനിമം ഉള്ള ആൾ ഇവനാണ്. ഈ ഗ്രാഫിൽ സ്ലോപ്പ് മിനിമം ഉള്ള ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് മാക്സിമം. അപ്പോൾ R3 ഏറ്റവും കൂടുതൽ, R2 നടുവിൽ, R1 ഏറ്റവും കുറവ്. R3 ഏറ്റവും കൂടുതൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, R2 നടുവിൽ, R1 ഏറ്റവും കുറവ്. അപ്പോൾ ഏത് ഗ്രാഫാണ് പഠിക്കുന്നത്? ഈ ഗ്രാഫാണ് ആൻസർ നേരെ തിരിയും. ഈ ഗ്രാഫാണ് ഏറ്റവും സ്ലോപ്പ് കൂടിയ ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. IV ഗ്രാഫ് ആണെങ്കിൽ ഏറ്റവും സ്ലോപ്പ് കൂടിയ ആൾക്ക് റെസിസ്റ്റൻസ് ഏറ്റവും മിനിമം ആയിരിക്കും. അപ്പോൾ ട്രിക്കി ക്വസ്റ്റൻ, ഇത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആട്ടോ ഈ IV ഗ്രാഫും VI ഗ്രാഫും. സിമ്പിളാണ്, പക്ഷേ യു ഷുഡ് നോ ദി കോൺസെപ്റ്റ്. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യാൻ പറ്റും, റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ള പ്രത്യേകതകളും അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളാണ്. സിമ്പിളാണ്, ശ്രദ്ധിക്കും. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സീരീസ്. ട്രെയിനിൻ്റെ ബോഗി പോലെ ഒന്ന് റെസിസ്റ്റൻസ് വേറെ റെസിസ്റ്റൻസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്താണ് സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുക. സീരീസ് കണക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സെയിം ആയിരിക്കും? നമുക്ക് കറണ്ട് ഇങ്ങനെ പോയി ഇവൻ്റെ ഉള്ളിൽ കൂടി പോയി, അതേ കറണ്ട് മറ്റവൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. ദാറ്റ് ഈസ് കറണ്ട് എന്തായിരിക്കും? രണ്ടുപേരുടെയും സെയിം ആയിരിക്കും. കറണ്ട് വിൽ ബി സെയിം. കറണ്ട് സെയിം ആണ് ഓർത്ത്, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. വോൾട്ടേജ് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ ഇതിന് 10 വോൾട്ടാണ് ബാറ്ററിയുടെ എങ്കിൽ ഇതെല്ലാം 4 വോൾട്ട് ഇവനും 6 വോൾട്ട് ഇവനായിരിക്കും. വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. വോൾട്ടേജ് സെയിം ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. രണ്ട് റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, രണ്ട് റെസിസ്റ്റൻസ് ഐഡൻറ്റിക്കലാണ്, അപ്പം വോൾട്ടേജ് എന്താണ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് 5 വോൾട്ടേജ് സ്പ്ലിറ്റ് ആവും. പക്ഷെ അല്ലാത്ത പക്ഷമൊക്കെ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് സെയിം ആണ്, ലോജിക്കലി സീരീസ് ആണ്, ഒരേ കറണ്ട് പോകണം അല്ലേ. വെള്ളം ഒഴുകാണ്, ഒരേ വെള്ളമല്ല രണ്ടിൽ ഉള്ളിൽ കൂടി ഒഴുകുക, അതുപോലെ അലിച്ചാൽ കറണ്ടിന് വരും. കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടുപേരും കൂടെ ഈ ബാറ്ററി കൊടുക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഒന്നുമില്ല, R1 R2 ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ സാർ. R effective is equal to R1 plus R2. അയ്യേ, അത്രേ ഉള്ളൂ. അപ്പോൾ സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R1 plus R2. സാർ മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിൽ R1 plus R2 plus R3, നാലാം R1 plus R2 plus R3 plus R4, അത്രേ ഉള്ളൂ. വെറുതെ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സീരീസിൽ കണ്ടു ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. എത്രത്തോളം നിങ്ങൾ റെസിസ്റ്റൻസ് കൂടുന്നു അത്രത്തോളം റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും. പാരലൽ ഇതിൻ്റെ നേരെ തിരിച്ചാണ് എല്ലാം. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് റെസിസ്റ്റൻസ് കണ്ടിട്ടാണ് പാരലൽ. ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക. കറണ്ട് ഇങ്ങനെ പോകുന്നു, കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കറണ്ട് സ്പ്ലിറ്റ് ആവുന്നില്ലേ? കുറച്ച് കറണ്ട് അങ്ങോട്ട് കുറച്ച് കൊണ്ടല്ലേ, കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് പാരലൽ. അപ്പോൾ ഷേപ്പ് നോക്കിയിട്ടല്ല നമ്മൾ ശരിക്കും പറയേണ്ടത്. ഷേപ്പ് നോക്കി പറയാം, പക്ഷേ 100% കറക്റ്റായി കിട്ടണമെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഉണ്ടോ? പാരലാണ്. പാരലിൽ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, ഒബ്വിയസ്ലി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓർത്തിച്ചോ, പാറ്റേൺ ഓർത്തിച്ചോ. കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറൻറ്റ്. കറണ്ട് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജിൻ്റെ സ്ഥിതി എന്താണ്? ഫോർ എക്സാമ്പിൾ ബാറ്ററിയുടെ വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ ഇവനും 10 വോൾട്ട് കിട്ടും, ഇവനും 10 വോൾട്ട് കിട്ടും. പാരലിൽ വോൾട്ടേജ് രണ്ടുപേർക്ക് സെയിം കിട്ടും. ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ ഈ ആർക്ക് രണ്ട് റെസിസ്റ്റൻസും കിട്ടും പാരലാണെങ്കിൽ. പക്ഷേ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല 1/R effective is equal to 1/R1 plus 1/R2. മൂന്നാമത് 1/R3. നാലാമത് 1/R4, 1/R5, 1/1/1 അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റെസിപ്രോക്കൽ പ്ലസ് ആഡ് ചെയ്യുക അല്ലേ, 1/1/L ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എത്രത്തോളം റെസിസ്റ്റേഴ്സ് കൂടുന്നോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആണ് ചെയ്യുക. സാർ മനസ്സിലായില്ല? എടോ, നിങ്ങൾ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ കണ്ടിതാൽ ഒരു 5 ഓം കിട്ടും വിചാരിക്കാം. നിങ്ങൾ അതുപോലത്തെ ഒരാളും കൂടി ആഡ് ചെയ്താൽ റെസിസ്റ്റൻസ് കൂടുമോ? കൂടില്ല, കുറയും. 5 ഓം മാറി 3 ഓമോ. നിങ്ങൾ ഒരാളും കൂടി ആഡ് ചെയ്താൽ 2 ഓമോ, ഒരാളും കൂടി 1 ഓമോ, ഒരാളും കൂടി റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. പാരലാണെങ്കിൽ, സീരീസിലല്ല. ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ, ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ വേറെ റെസിസ്റ്റർ, അങ്ങനെ കുറേ റെസിസ്റ്റേഴ്സ്. എത്ര റെസിസ്റ്റേഴ്സ്? n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. സീരീസിൽ വന്നു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും 6 ആണ്, ഐഡൻറ്റിക്കലാണ്, എല്ലാം സെയിം ആണ്. സീരീസിൽ വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഓർത്ത് വെച്ചോ, NR ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, R എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. സീരീസിലാണ് ഇതാണ് ഫോർമുല, എന്നാൽ പാരലാണ് വേറെയാണ് ഫോർമുല. പാരലിൽ ഇതുപോലെ കുറേ വന്നു. എത്ര എണ്ണം ഉണ്ട്? n നമ്പർ ഉണ്ട് വിചാരിക്കാം. n നമ്പർ പാരലിൽ വന്നു. അപ്പോൾ n റെസിസ്റ്റേഴ്സ് ഓരോന്നും 6 ആണെങ്കിൽ, പാരലിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല വേറെയാണ്.
പാരലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫോർമുല ഇറ്റ് ഇസ് R by N. വീണ്ടും N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, R എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇത് പഠിച്ചു വെക്കാം. ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യാം. ബൈ ദ വേ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ടോ? ഡെറിവേഷൻ, ഈ ഇക്വേഷൻ എങ്ങനെ വന്നു, ഈ ഇക്വേഷൻ എങ്ങനെ വന്നു, വി ഹാവ് ടു ഡിറൈവ്. അത് പഠിക്കാനുണ്ട്, എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. പല കുട്ടികളും പഠിക്കാറില്ല, പക്ഷെ നമുക്ക് പഠിക്കണം. അത് നമുക്ക് ക്വസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദി ഹയസ്റ്റ് B lowest resistance that can be obtained by 4, 6, 8, 12, 24. ഈ 4 റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കണം. അത് വെച്ച് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് എത്ര ലോസ് എന്നാണ്. ഇവിടെ ഹയസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ സീരീസിൽ കണക്ട് ചെയ്യണം. സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടി വരിക. അപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് സീരീസിൽ കണക്ട് ചെയ്യുക. 4, 8, 12, 24 പിടിച്ച് സീരീസിൽ കണക്ട് ചെയ്യുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? വെറുതെ ആഡ് ചെയ്താൽ മതി. സീരീസിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. R1 + R2 + R3 + R4 കഴിഞ്ഞു. R1 എത്രയാ? 4, R2 എത്രയാ? 8, മറ്റേത് 12, 24. സിമ്പിൾ. 8, 4, 12, 12, 12, 24, 24, 24, 48. കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ? 48 Ohms. ഇതാണ് മാക്സിമം കിട്ടാൻ മതി. ഇതിൽ കൂടുതൽ കിട്ടാൻ പറ്റില്ല. എല്ലാത്തിനും ആഡ് ചെയ്യുക. 8, 4, 12, 12, 24, 24, 24, 48. ഇത്രേ ഉള്ളൂ. മിനിമം കിട്ടണം എന്ത് ചെയ്യണം? ലോവസ്റ്റ് കിട്ടണം എന്ത് ചെയ്യണം? എല്ലാത്തിനും സീരീസിൽ പാരലൽ കണക്ട് ചെയ്യാം. പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ എന്താ സംഭവിക്കാമെന്ന് നോക്കിക്കോ കേട്ടോ. പാരലൽ നമ്മൾ കണ്ടു ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല എന്താണ്? 1/R effective is equal to 1/R1 + 1/R2 + 1/R3, നാലാമത്തെ ഉള്ളതുകൊണ്ട് 1/R4. ദാറ്റ് ഈസ് 1/4 + 1/8 + 1/12 + 1/24. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അതിന് LCM എന്ന് പറഞ്ഞ സാധനമുണ്ട്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആലോചിച്ച് നോക്ക്. ഇവിടെ 24 ഏറ്റവും വലുത്. 12 24 ആക്കാൻ പറ്റുമോ? × 2 ചെയ്താൽ മതി. 8 24 ആക്കാൻ പറ്റുമോ? × 3 ചെയ്താൽ മതി. 4 24 ആക്കാൻ പറ്റുമോ? × 6 ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിനും 24 ആക്കാൻ പറ്റില്ല. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 24 ആണ്. ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ 24 ആണ്. ഈ 4 പേരുടെ 24 ഓൾറെഡി 24 ആണ്. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ കിട്ടും. നമ്മൾ മാത്സ് അല്ലല്ലോ പഠിക്കുന്നത്. മാത്സ് ആണെങ്കിൽ നിങ്ങൾ ഈ LCM കണ്ടുപിടിക്കണം. ഫിസിക്സിൽ ഇങ്ങനത്തെ ന്യൂമറിക്കൽസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളാം. ഈ വലിയ ആളിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും 99%. ഇനി ആക്കാൻ പറ്റില്ല ആലോചിക്കണം. 24 മൾട്ടിപ്പിൾ എന്താ? 48. അപ്പോൾ 48ലേക്ക് ആക്കാൻ പറ്റുമെന്നൊക്കെ നോക്കണം. അല്ലാണ്ട് LCM അല്ലെങ്കിൽ പിന്നെ LCM കണ്ടുപിടിക്കണം 4 പേരുടെ. അതിനൊന്നും ആവശ്യം വരില്ല 99% കേസിൽ. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പേപ്പർ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുത്താൻ വന്നാലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാക്കി ചെയ്യരുത്. അന്ന് സാർ ബാക്കി ചെയ്തിട്ട് മാർക്ക് കിട്ടില്ലോ? മാർക്ക് കിട്ടണോ? ഇത്രയും നിങ്ങൾ ഈ ചോദ്യത്തിന് എഴുതി വെച്ചാൽ 3 മാർക്ക് ചോദ്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി 2.5 മാർക്ക് കിട്ടി. ബാക്കി ചെയ്യുന്നതിന് 4 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ വിടുക, എന്നിട്ട് അടുത്ത ചോദ്യം ചെയ്യുക, എന്നിട്ട് അവസാനം ഇതിലേക്ക് വരിക. ദാറ്റ് ഇസ് സ്ട്രാറ്റജി. ഓക്കെ, ഞാനും ഇതുവരെ പരീക്ഷയിൽ CBSE പഠിച്ചിട്ട് ഫുൾ A1 വാങ്ങിച്ച ആളാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ ഇനി എല്ലാത്തിനും നമുക്ക് 24 ആക്കണം താഴെ. അപ്പോൾ × 6 ചെയ്യുക. താഴെ ചെയ്താൽ മുകളിലും ചെയ്യണം. × 6 ചെയ്യണം. × 3 ചെയ്യുക, മുകളിൽ × 3 ചെയ്യുക. × 2 ചെയ്യുക, മുകളിൽ × 2 ചെയ്യുക. 24 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചെയ്ത 1 × 6 6, 6/24, 3/24, 2/24 + 1/24. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യാൻ നിൽക്കരുത്. 24 + 24 ഇല്ല, ഒറ്റ 24. ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യരുത്. സെയിം ആയാൽ പിന്നെ അങ്ങനെ തന്നെ നിർത്താം. 24 കോമൺ ആയിട്ട് എടുക്കുക. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യണം. 6 + 3 9, 9 + 2 11, 11 + 1 12. ശരിയല്ലേ? 6 + 3 9, 9 + 2 11, 11 + 1 12. 12/24. 12/24 എന്തായിരിക്കും? 12 × 2 ആണ് 24. സോ 1 2. ദാറ്റ് ഈസ് 1/2. 1/2 ആണ് ആൻസർ. നോ, 1/R effective ആണ് 1/2. R effectiveന്റെ ഫോർമുല അല്ല ഉള്ളത്. 1/R effective ആണ് 1/2. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. ലെഫ്റ്റ് സൈഡിലെ റെസിപ്രോക്കൽ എടുക്കുക. ലെഫ്റ്റ് സൈഡിലെ റെസിപ്രോക്കൽ R effective by 1 അഥവാ R effective. റൈറ്റ് സൈഡിലെ റെസിപ്രോക്കൽ എടുക്കുക. 1/2ന്റെ റെസിപ്രോക്കൽ 2/1. കാണുന്നുണ്ടോ? കട്ടായി പോയി ഇടയ്ക്ക്. ഇവിടെ ഇടയ്ക്ക് കട്ടായി പോയി അല്ലേ? 1/2 കാണുന്നുണ്ട്. 1/2 റെസിപ്രോക്കൽ 2/1 അഥവാ 2 Ohms ആണ്. അപ്പോൾ 1/2 എന്ന് എഴുതി വെക്കരുത്. 1/R effective ആണ് കിട്ടാന്ന് ബോധം വേണം. റെസിപ്രോക്കൽ 2 സൈഡിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കി. ഇത്രയും 4 പേരെയും പാരലൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വലിയ എന്താ കിട്ടുന്നല്ലേ? അല്ല, 4 പേരിലെയും പാരലൽ കണക്ട് ചെയ്താൽ അതിലെ ലീസ്റ്റിനെക്കാട്ടിലും കുറവാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ആ 4 ഏറ്റവും കുറവ് 4 ആണ്. 4 Ohm അല്ലേ? അതിനേക്കാളും കുറവാണ് എല്ലാവരും കൂടി ചേർന്നാൽ. അപ്പോൾ പാരലൽ കണക്ട് ചെയ്താൽ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ലോജിക്ക് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ വി ഹാവ് ടു ഡു മോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ചെയ്യാം. വീണ്ടും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം ഓരോ ടൈപ്പും വേറെ ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തപ്പം എല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും എടുത്തിരിക്കുന്നത്. ഓരോ ടൈപ്പും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. അതുപോലത്തെ ഒരു ചോദ്യമായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് Ohm's law to determine the potential difference across 6 ohm resistor in the following circuit when key is closed. ഇപ്പോൾ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 ohmലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 3 സീരീസിലായതുകൊണ്ട്
കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് വേറെ വേറെ ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് വേറെ വേറെ ഉള്ളതിൽ ഓരോന്നും ചോദിച്ചില്ല, 6 ഓം ചോദിച്ചില്ല, പക്ഷേ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം കറണ്ട് സെയിം അല്ലേ സീരീസിലായതുകൊണ്ട്, അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കും. പക്ഷേ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഉറപ്പിച്ചോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യാവുന്ന R എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. സീരീസിലാണ് R1 + R2 + R3, 2 + 6 8, 8 + 4 12 ഓംസ് ആണ് സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. അങ്ങനെയാണ് സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്ര ആയിരിക്കും വരിക? I = നമ്മൾ ഓൾറെഡി വിളിച്ച് V/R ആണ്. എപ്പോഴും V = IR എന്ന് എഴുതേണ്ട ആവശ്യമില്ല. I = V/R. ഓക്കെ, V എത്രയാണ്? 6 വോൾട്ട് ആണ്. R എത്രയാണ്? 12 ആണ് വരിക. 6 × 12 കട്ട് ചെയ്താൽ 1/2 അഥവാ 0.5 ആംപിയർ. അപ്പോൾ ടോട്ടൽ ഈ ഒരു സർക്യൂട്ടിലെ ഓരോ ആൾക്കാർക്കും കിട്ടുന്ന കറണ്ട് എത്രയായിരിക്കും? 0.5 ആംപിയർ ആയിരിക്കും. എല്ലാവരും കിട്ടും. ഇവനും 0.5 കിട്ടും, ഇവനും 0.5 ഉണ്ട്, ഇവനും 0.5 കിട്ടും. ഇനി ഓരോ ആൾക്കാരുടെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ വിളിക്കുകയാണ്, ഇവൻ്റെ വോൾട്ടേജ് V1 ആണ്, ഇവൻ്റെ V2 ആണ്, ഇവൻ്റെ V3 ആണ്, ഇത് R1 ആണ്, ഇത് R2 ആണ്, R3 ആണ്, മൂന്നും വേറെ വേറെ അല്ലേ? അങ്ങനെയാണ് V = IR ഉപയോഗിച്ചാൽ മതി. V1 = I × R1, V2 = I × R2. I കോമൺ ആണ്, വോൾട്ടേജ് വേറെയാണ്, റെസിസ്റ്റർ വേറെയാണ്. ഓക്കെ, V3 = I × R3. അതായത് ബേസിക്കലി ഇവൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ കറണ്ട് കോമൺ ആണ്, കറണ്ട് ഇൻറ്റു അവൻ്റെ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ഇവൻ്റെ കണ്ടുപിടിക്കാൻ കറണ്ട് ഇൻറ്റു ഇവൻ്റെ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ഇവൻ്റെ കണ്ടുപിടിക്കാൻ ഇവൻ കറണ്ട് ഇൻറ്റു ഇവൻ്റെ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. I എത്രയാണ്? 0.5 ആണ് എല്ലാവർക്കും. 0.5ലെ ഹാഫ് എന്ന് വിളിക്കുക അല്ലേ? ഹാഫ് ഇൻറ്റു R1 എത്രയാണ്? 2 × ഹാഫ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ പകുതി, ദാറ്റ് ഈസ് 1 ആംപിയർ. 1 വോൾട്ട്. ആദ്യത്തെ ആൾക്ക് 1 വോൾട്ടാണ് കിട്ടുക. രണ്ടാമത്തവനോ അവൻ്റെ കറണ്ട് എത്രയാണ്? കറണ്ട് 1/2. റെസിസ്റ്റൻസ് എത്രയാണ്? അവൻ്റെ 6 ഓംസ് ആണ്. 6 × 1/2 6ൻ്റെ പകുതി 3 വോൾട്ട്. മൂന്നാമത്തവന് എത്രയായിരിക്കും? മൂന്നാമത്തവന് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി 4 വോൾട്ട് പോയി. ഇവിടെ ടോട്ടൽ 6 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി മൂന്നാമത്തവന് 2 വോൾട്ടേ വരുള്ളൂ. എന്തായാലും നമുക്ക് ചെയ്യാം. I എത്രയാണ്? 1/2. മൂന്നാമത്തെ റെസിസ്റ്റൻസ് 4 ആണ്. 4ൻ്റെ പകുതി 2 വോൾട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് വേണ്ടതാണ് 6 ഓമിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 6 ഓമിൻ്റെ വോൾട്ടേജ് നമ്മൾ ഇതിനിടയിൽ കൂടെ അറിയാണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. 6 ഓമിൻ്റെ വോൾട്ടേജ് V2 ആണ്, ദാറ്റ് ഈസ് 3 വോൾട്ട്. അത്രയല്ലോ, വേറെ ഒന്നുമില്ലയോ? വേറെ ഒന്നുണ്ടോ? 6 ഓമിൻ്റെ ഇല്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആരോട് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 ഓമിൻ്റെ കണ്ടുപിടിക്കല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? നമുക്ക് ഇങ്ങനത്തെ ഒരു സീരീസ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റണം, കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റണം, ഓരോ ആൾക്കാരുടെയും വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഈ ചോദ്യത്തിന് ചോദിച്ചാൽ 6ൻ്റെ ചോദിച്ചാലും 4ൻ്റെ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. അതിന് സ്റ്റെപ്പുകളുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒറ്റയടിക്ക് ഒരു ഫോർമുല ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 6 വോൾട്ടിൻ്റെ അല്ല 6 ഓമിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്റ്റെപ്പുകളുണ്ട്. അത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, പിന്നെ കറണ്ട്, പിന്നെ വോൾട്ടേജ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടി ട്രൈ ചെയ്ത് നോക്കാം. Draw a schematic diagram of a circuit consisting of a battery of 3 cells, 2 volt each, combination of 3 resistors, 10 ohm, 20 ohm, 30 ohm connected in parallel, plug key and ammeter. അപ്പോൾ എല്ലാം വരയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കാനുള്ള പരിപാടി നമുക്ക് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെല്ലുകളുണ്ട്. 3 സെല്ലാണുള്ളത്. 3നും 2 വോൾട്ട് ആണ്. ഒരു സെല്ല്, 2 സെല്ല്, 3 സെല്ല്. ഓക്കെ, ഇതാണ് 3 സെല്ല്. ഓരോ വലിയ വടിയും ചെറിയ വടിയും ഒരു സെല്ല്. 2 വോൾട്ട് 2 വോൾട്ട് 2 വോൾട്ട് എല്ലാം കൂടെ ചേർന്ന് 6 വോൾട്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു കീ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, കീ വരച്ചു. പിന്നെ അമ്മീറ്റർ വരയ്ക്കാൻ പറഞ്ഞു, അമ്മീറ്റർ വരച്ചു. ഇത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. അമ്മീറ്റർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, 3 റെസിസ്റ്റേഴ്സാണ്, പാരലലാണ്. ഓക്കെ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, മുകളിലേക്ക് വരണം. ഓക്കെ, സിമ്പിൾ. 10ഉം 20ഉം 30ഉം, 10 ohm 20 ohm 30 ohm. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പ്ലഗ് കീ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, 3 സെൽസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മീറ്റർ, വോൾട്ട്മീറ്റർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടെ പാരലായിട്ട് വോൾട്ട്മീറ്റർ വരയ്ക്കണം. വോൾട്ട്മീറ്റർ വരയ്ക്കാൻ സീരീസിൽ വരയ്ക്കല്ലേ, എല്ലാവർക്കും കൂടെ പാരലായിട്ട് വോൾട്ട്മീറ്റർ വരയ്ക്കണം. വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സർക്യൂട്ട് ഇത്രേ വരയ്ക്കാനുള്ളൂ. ആകെ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവും അമ്മീറ്ററുടെ പോസിറ്റീവും രണ്ടും ഒരേ പോലെ ആയിരിക്കണം, ഒരുമിച്ച് കണക്കായിരിക്കണം. അമ്മീറ്റർ ഇവരുടെ സീരീസിലാണ്. ഓക്കെ, ഇനി എന്താണ് അവർക്ക് വേണ്ടത്? വരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? 3 cells of 2 volt ഈച്ച് ആണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും 2 വോൾട്ടാണ്. ടോട്ടൽ 3 × 2 6 വോൾട്ട് ആയിരിക്കും. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ, ഓരോ ആൾക്കാരുടെ കറണ്ട് ഉണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ട്രിക്കിയാണ്, കാരണം പാരലാകുമ്പോൾ വോൾട്ടേജ് 3 പേർക്ക് സെയിം ആണ്. അത് ഇവനും 6 വോൾട്ട് കിട്ടും, ഇവനും 6 വോൾട്ട് കിട്ടും, ഇവനും 6 വോൾട്ട് കിട്ടും. പക്ഷേ കറണ്ട് ഓരോ ആൾക്കാർ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് കോൾ ഓരോ കറണ്ടിനും ഓരോന്ന് വിളിക്കാം. ഇവനെ നമുക്ക് R1 എന്ന് വിളിക്കാം, ഇവനെ R2 എന്ന് വിളിക്കാം. റെസിസ്റ്റേഴ്സ് വേറെ അല്ലേ, R3 എന്ന് വിളിക്കാം. അപ്പോൾ ഇവൻ്റെ കറണ്ടിന് I1 എന്നും ഇവൻ്റെ കറണ്ടിന് I2 എന്നും ഇവൻ്റെ കറണ്ടിന് I3 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. കാരണം എന്താ, 3 പേർക്കും 6 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പം വോൾട്ടേജ് ഓരോ ആൾക്കാർക്ക് എത്ര കിട്ടും നമുക്ക് കണ്ടുപിടിക്കാനില്ല, കാരണം പാരലാണ്. 3 പേർക്ക് സെയിം വോൾട്ടേജ് ആണ് കിട്ടുക. ബാറ്ററിയുടെ വോൾട്ടേജ് ആണെങ്കിൽ 6 വോൾട്ട് 6 വോൾട്ട് 6 വോൾട്ട്. വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി കറണ്ട് റെസിസ്റ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ, I = V/R ഉപയോഗിച്ചാൽ മതി. അത്രേ ഉള്ളൂ. I = V/R ഉപയോഗിക്കുക. അതിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് I1 = V/R1, I2 = V/R2,
അത്രേ ഉള്ളൂ. ഓരോ ആൾക്കാർക്ക് വേറെ വേറെ ആയിരിക്കും. അത്രേ ഉള്ളൂ. I2 = V/R2, V കോമൺ ആണ്. I3 = V/R3, അത്രേ ഉള്ളൂ. V3 എല്ലാവർക്കും 6 വോൾട്ട് ബാറ്ററിയുടെ തന്നെ കിട്ടുക. R1 എത്രയാ? R1 എന്ന് പറഞ്ഞാൽ ഇവൻ്റ് അല്ലേ, ഇവനല്ല R1. 10 V/6/10 ദാറ്റ് ഈസ് 0.6. 6/10 എന്ന് പറഞ്ഞാൽ 10ൽ ഒരു 0 ഉണ്ട്, ഒരു ചാട്ടം കൂടി ചാടാം, കുത്തോടെ ഇടാം, 0.6 ആംപിയർ. കഴിഞ്ഞു. അടുത്തത് ഇത്രേ ഉള്ളൂ. V/R2 എത്രയാ? 20, 6/20. അതിന് വേണം മുകളിലും താഴെ പകുതിയാക്കാം. ദാറ്റ് ഈസ് മുകളിൽ പകുതിയാക്കി 3, താഴെ പകുതിയാക്കി 10. 3/10 is 0.3 ആംപിയർ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് V/R3 6/30. 6ഉം 30ഉം കട്ട് ചെയ്ത് അല്ല വേണ്ട, വീണ്ടും പകുതിയാക്കി കളിക്കാം. പകുതിയാക്കിയാൽ ശരിയാവും. അല്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. 3 കൊണ്ട് മുകളിൽ ഡിവൈഡ് ചെയ്താൽ 3 × 2, അപ്പോൾ 2 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 വരും. 2/10. അപ്പോൾ 2/10 എന്ന് പറഞ്ഞാൽ വീനോ ഇറ്റ്സ് 0.2 ആംപിയർ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണ്? 0.6, 0.3, 0.9, 0.9, 1.1 ആംപിയർ ആയിരിക്കും ടോട്ടൽ വരിക. ഓരോന്നിന് കറണ്ട് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പാരലൽ ആണെങ്കിൽ ആദ്യം റിയലൈസ് ചെയ്യുക, വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജ് കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി. I = V/R, പരിപാടി തീർക്ക്. ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എത്ര? എല്ലാം കൂടി ആഡ് ചെയ്യും. 0.6, 0.9, 1.9, 0.22 കൂടി 1.1 ആംപിയർ. കഴിഞ്ഞു. ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് അത് നമ്മൾ കണ്ടുപിടിച്ചില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം ആവശ്യം വന്നില്ല എന്നാണ് സത്യം. ഇവിടെ പാരലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം വോൾട്ടേജ് ഓൾറെഡി വീണോ. സീരീസിലാകുമ്പോൾ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലേ ഓരോ കോമൺ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ കറണ്ട് കണ്ടുപിടിച്ചാലേ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പണിയുണ്ട്. പാരലാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സെപ്പറേറ്റ്ലി ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 1/R എഫക്റ്റ് ഫോർമുല തന്നെ ഉപയോഗിക്കണം. കാരണം 3 പേരുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്, പക്ഷേ അത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ 1 ഓരോന്നും പറ. 10, 20, 30 അല്ല, ഈ സിമ്പിൾ. 1/10 + 1/20 + 1/30. 3 പേരുടെയും കോമൺ മൾട്ടിപ്പിൾ 30 ആണ്. അല്ല 30 അല്ല, ഇവിടെ പ്രശ്നമാണ്. 20 നമുക്ക് 30 ആക്കാൻ ബുദ്ധിമുട്ടാണ്. 1.5 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 പേരാണ് കോമൺ മൾട്ടിപ്പിൾ. ആലോചിച്ച് നോക്ക്. 30 ഡബിൾ ആലോചിക്കുക. 30 ഡബിൾ. ഓക്കെ, 30 ഡബിൾ 60. 60 എല്ലാം ആക്കാൻ പറ്റില്ലേ? പറ്റും. 10 60 ആക്കാം, 20 60 ആക്കാം, എല്ലാം 60 ആക്കാം. അപ്പോൾ 60 ആക്കുക. അപ്പോൾ × 2 എന്താണ് 60 ആവുക? 3 × 3 × 6 × 6. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. എല്ലാത്തിനും 60 ആക്കുക. അത്രേ ഉള്ളൂ. 6/60 + 3/60 + 2/60. കോമൺ 60 എടുക്കുക. താഴെ മുകളിൽ മാത്രം ആഡ് ചെയ്യുക. 6 + 3 9, 9 + 2 11. 11/60 അല്ല ആൻസർ. ദാറ്റ് ഈസ് 1/R എഫക്റ്റീവ് ആണ്. അപ്പോൾ R എഫക്റ്റീവ് റെസിപ്രോക്കൽ എടുക്കുക. R എഫക്റ്റീവ് = 60/11. 60/11 ഓംസ്. എത്ര എഴുതിച്ചാൽ മതി. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം 11 ഇനി പകുതിയാക്കും നോക്കാൻ പറ്റില്ലല്ലോ. 11 പ്രൈം നമ്പറാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു. ഇത്ര ഉള്ള പരിപാടി. പഠിച്ച ആൾക്ക് എല്ലാം സിമ്പിളാണ്. ഓക്കെ, പഠിച്ച ആൾക്കല്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ആൾക്ക്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. List the advantages of connecting electrical devices in parallel with an electrical source instead of connecting them in series. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ ബൾബും, ഫ്രിഡ്ജും, TV-യും AC ഒക്കെ പാരലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസിലല്ല. ഒരെണ്ണത്തിന് പിന്നാലെ ഒന്നല്ല, അങ്ങനെയല്ല, പാരലാണ്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1, 2, 3 എങ്കിലും പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, വോൾട്ടേജ് അക്രോസ് ഈച്ച് അപ്ലയൻസ് ഈസ് ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എല്ലാവർക്കും സെയിം ആയിട്ട് കിട്ടും. സീരീസിലാണെങ്കിൽ വോൾട്ടേജ് വേറെ ഇപ്പോൾ. ഇതിന് ഗുണം എന്താ? പാരലാകുമ്പോൾ എല്ലാവർക്കും ഒരേ വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു ഗുണമാണ്. ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ക്യാൻ ബി റെഡ്യൂസ് ബൈ കണക്ടിങ് ഇലക്ട്രിക് അപ്ലയൻസസ്. പാരലൽ കണ്ടിപ്പോൾ എന്താണ്? ഓവറോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും. സീരീസിൽ ഓരോന്നും നമ്മൾ സീരീസ് കണ്ടിട്ടാൽ ഓവറോൾ റെസിസ്റ്റൻസ് കൂടിയിട്ട് കറണ്ട് ഭയങ്കര കുറവായിരിക്കും. പാരലാകുമ്പോൾ റെസിസ്റ്റൻസ് ഓവറോൾ കുറവായിരിക്കും. അതർ കോമ്പോണൻസ് വിൽ ഫംഗ്ഷൻ ഈവൻ ഇഫ് വൺ കോമ്പോണന്റ് ബ്രേക്സ് ഡൗൺ ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് സർക്യൂട്ട്. അതിനർത്ഥം പറഞ്ഞാൽ സീരീസിൽ നിങ്ങൾ കണ്ടിട്ട് ഇവൻ എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തതിൽ കറണ്ട് എത്തില്ല, അല്ലെങ്കിൽ ഇവൻ കേടായാൽ അടുത്തതിലേക്ക് കറണ്ട് എത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് കേടായാൽ ചിലപ്പോൾ AC വർക്കില്ല, AC കേടായാൽ ചിലപ്പോൾ മൈക്രോവേവ് വർക്കില്ല, മൈക്രോവേവ് കേടായ വാഷിംഗ് മെഷീൻ വർക്കില്ല, വാഷിംഗ് മെഷീൻ കേടായി കഴിഞ്ഞാൽ മിക്സി വർക്കില്ല. ഏതെങ്കിലും ഒന്ന് വർക്ക് കഴിഞ്ഞാൽ ഒന്നും വർക്കാത്ത അവസ്ഥ വരും. പാരലൽ അങ്ങനെയല്ല, ഇവൻ വർക്കായാലും കുഴപ്പമില്ല, കറണ്ടും കൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പാരലാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ്, സീരീസിലാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് അല്ല. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് കോമ്പണന്റ് കമ്പൈൻസ് ടു ഫോം ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സോഴ്സ്. അപ്പോൾ അവസാനം ബേസിക്കലി എന്ന് വെച്ചാൽ പാരലാകുമ്പോൾ കറണ്ട് ഇങ്ങനെ വന്നു, അതേ കറണ്ട് ആയിരിക്കും അവസാനം തിരിച്ചു വരിക. സീരീസിലാകുമ്പോൾ പ്രശ്നം വെച്ചാൽ ഓരോന്നിലും എന്താണ് ഇങ്ങനെ കറണ്ട് പോയി കുറേ ഹീറ്റ് ഡിസിപ്പേറ്റഡ് ആവും. അവസാനത്തെ പോയിന്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ പരീക്ഷയിൽ എന്തായാലും എഴുതി വെക്കേണ്ടത്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. എക്സാം ടഫൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൗ മെനി 160 ohm റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആർ റിക്വയർഡ് ടു ക്യാരി 5 ആംപിയർ ഓൺ 220 വോൾട്ട് ലൈൻ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് 220 വോൾട്ട് ഉണ്ട്, 5 ആംപിയർ കറണ്ട് വേണം. അങ്ങനെയാണ് എത്രയാണ് റെസിസ്റ്റൻസ് വേണ്ടത്? സിമ്പിൾ. റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്ക് V = IR ഉപയോഗിച്ചാൽ മതി. V = IR ഇംപ്ലൈസ് R = I നെ കൊണ്ട് V/I. വോൾട്ടേജ് 220 ആണ് വേണ്ടത്, കറണ്ട് 5 ആംപിയർ ആണ് വേണ്ടത്. ഓക്കെ,
220 divided by 5 എത്ര വരും 22 220 divided by 5 5 4 is 20 2 0 5 4 is 20 0 0 44 ആണ് വരിക 44 ഓം ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു. 220 5 ആമ്പിയർ കിട്ടണമെങ്കിൽ 244 ഓം ആണ് വേണ്ടത്. ഇനി ഒന്നുകൂടി വായിച്ചു നോക്ക്. ഹൗ മെനി 160 ഓം റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആർ റിക്വയർഡ് ടു ക്യാരി ഇത്. അതായത് എത്ര 160 ഓം നമ്മുടെ കയ്യിൽ 160 ഓം റെസിസ്റ്റേഴ്സ് ഉള്ളൂ, 44 ഒന്നുമില്ല. അപ്പോൾ 176 ഓം എത്ര എണ്ണം നിങ്ങൾക്ക് പാരലൽ കണ്ട് ചെയ്താലാണ് ഈ 44 ഓം കിട്ടുക എന്നാണ് ബേസിക്കലി വെച്ചിരിക്കുന്നത്. കാരണം 44 ഓം കിട്ടിയാലേ ഈ പരിപാടി നടക്കുള്ളൂ. സർ 176 ഇങ്ങനെ 44 ഉണ്ടാക്കാം. എടാ പാരലൽ സീരീസിൽ കണ്ട് ചെയ്താൽ കൂടിക്കൊണ്ടിരിക്കും, പാരലൽ കണ്ട് ചെയ്താൽ കുറേയല്ലേ ചെയ്യാം. അപ്പോൾ 2 എണ്ണം ആണോ വേണ്ടത്, 3 എണ്ണം ആണോ വേണ്ടത്, എത്ര എണ്ണം പാരലൽ കണ്ട് ചെയ്താലാണ് നിങ്ങൾക്ക് 44 കിട്ടുക? സിമ്പിൾ. പാരലൽ ഐഡന്റിക്കൽ അല്ലേ, എല്ലാം 176 ഇല്ലേ. പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല നമുക്കറിയാം. എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എത്രയാണ്? ഐഡന്റിക്കലാണ്, R/N ആണ്. നമുക്ക് R എഫക്റ്റീവ് എന്തിനുണ്ട്, ഇതാണ് R എഫക്റ്റീവ്. അപ്പോൾ നമ്മൾ R എഫക്റ്റീവ്ലി കിട്ടുന്ന അവസാനം എത്രയാണ്? 44 ആണ് കിട്ടുന്നത്. ഓരോ ആൾക്കാരും 176 ആണ്. N ആണ് വേണ്ടത്. ആയിക്കോട്ടെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, N ഇങ്ങോട്ട് കൊണ്ടുവരിക, R എഫക്റ്റീവിന് ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഇംപ്ലൈസ് N ഇങ്ങോട്ട് വന്നു, R/R എഫക്റ്റീവ് അവിടെ പോയി. ഓരോ ആൾക്കാരും 176 ആണ്. എഫക്റ്റീവ് കിട്ടേണ്ട 44 ആണ്. 44 176 കട്ടാവും. എങ്ങനെയായിരിക്കും ഉണ്ടാവുക നോക്കി പകുതി വേണം, പകുതി ആക്കി കളിക്കാം. പക്ഷേ ഐ എം ഗെസിങ് 44 × 3 എന്ന് പറഞ്ഞാൽ 120 സംതിങ് ആയിരിക്കും, 130 ആയിരിക്കും വരും. 44 × 4 ആയിരിക്കും വരിക. ചെയ്ത് നോക്കി വെറുതെ 44 × 4 4 4 16 4 4 16 76. യെസ്, ആൻസർ ഇസ് 4. 4 എണ്ണം പാരലൽ 176 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് 44 ആയിരിക്കും കിട്ടുക. 44 ഓം 220 വോൾട്ട് കണ്ട് ചെയ്ത് 5 ആമ്പിയർ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. തന്ന കാര്യം എന്താ, വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ, കറണ്ട് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള വായിച്ചാൽ തന്നെ മതി, സീരീസിലാണോ പാരലാണോ എന്നൊക്കെ പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിൽ ചോദിക്കും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു സാധനം പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കാത്തത്, ആ സീരീസിലെ ഫോർമുല R എഫക്റ്റീവ് = R1 + R2 + R3 അതെങ്ങനെ വന്നു. പാരലിലെ 1/R എഫക്റ്റീവ് = 1/R1 + 1/R2 + 1/R3. ഇത് എക്സാമിൽ ചോദിക്കും. ഡെറിവേഷൻ എന്നാണ് വിളിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ, എങ്ങനെ ആ ഫോർമുല വന്നു ഡിറൈവ് ചെയ്യാൻ പറയും. ക്വസ്റ്റ്യൻ വരാം, derive the relation R = R1 + R2 + R3 where resistors are joined in series. എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പഠിക്കാം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത്, സീരീസിലല്ലേ, അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ഇതുപോലെ സീരീസിലുള്ള സർക്യൂട്ട് വരയ്ക്കാം. ഓക്കെ, അമ്മീറ്റർ ഒന്നും വേണ്ട ഇവിടെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും വേണ്ട. കീ ഒരെണ്ണം വരുന്ന വരച്ചേക്ക്. R1 R2 R3. കറണ്ട് സെയിം ആയിരിക്കും, കോമൺ കറണ്ട് I ആണ്. വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, V1 V2 V3. ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറണ്ട് സെയിം ആയിരിക്കും, R1 R2 R3, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള ആരാണ് വോൾട്ടേജ് അല്ലേ, അവൻ്റെ ഇക്വേഷൻ എഴുത്. അപ്പോൾ V1 = ആദ്യത്തവൻ്റെ ഇൻറ്റു I1 × I × R1. I1 എന്ന് എഴുതണ്ട, കാരണം I കോമൺ ആണ്. അതുപോലെ V2 = I × R2, ഓംസിലാണ് ബേസിക്കലി. V3 = I × R3. ബാറ്ററിയുടെ വോൾട്ടേജ് V = I × എന്തായിരിക്കും വരിക? സാർ I × R തന്നെ ആയിരിക്കും. പക്ഷേ എന്താ? ബാറ്ററീനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, I × R എഫക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിട്ട് 4 വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ ഞാൻ ആലോചിച്ച് നോക്ക്, ഈ V1 V2 V3 ഈ 3 വോൾട്ടേജ് ആഡ് ചെയ്താൽ ബാറ്ററിയുടെ വോൾട്ടേജ് കിട്ടണ്ടേ? കാരണം ഈ 3 എണ്ണം ഇവിടുന്ന വോൾട്ടേജ് കിട്ടുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെയല്ലേ. അപ്പം നമുക്കറിയാം ഈ V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സിംപ്ലി V1 + V2 + V3. V1 + V2 + V3 എല്ലാം ആഡ് ചെയ്ത അവസാനം ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം V എന്താ നമുക്കറിയാം, V1 എന്താ അറിയാം, V2 എന്താ അറിയാം, V3 എന്താ അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ I × R എഫക്റ്റീവ് = I × R എഫക്റ്റീവ് ആണ് V V1 എന്നാണ് I × R1, മറ്റേത് I × R2 + I × R3. I കോമൺ ആണ്, അതിന് കട്ട് ചെയ്യുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. R1 = R എഫക്റ്റീവ് = R1 + R2 + R3. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് പരിപാടി, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സർക്യൂട്ട് വരയ്ക്കുക, വൃത്തിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതും. ഇതേ സെയിം കാര്യം നിങ്ങൾക്ക് പാരലൽ വേണം ചോദിക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഡയഗ്രാം പ്രൂവ് ദാറ്റ് ദ റെസിപ്രോക്കൽ ഓഫ് ഇക്വലന്റ് റെസിസ്റ്റൻസ്, റെസിപ്രോക്കൽ ഓഫ് ഇക്വലന്റ് 1/R എഫക്റ്റീവ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് റെസിപ്രോക്കൽസ് 1/R1 + 1/R2. ആ റെസിപ്രോക്കൽസിന്റെ സം അല്ലേ ബേസിക്കലി പാരലിന്റെ ഇക്വേഷനിൽ 1/R എഫക്റ്റീവ് = 1/R1 + 1/R2 + 1/R3. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, വീണ്ടും സെയിം പരിപാടി. 3 റെസിസ്റ്റേഴ്സ് വരയ്ക്കുക, ഇപ്രാവശ്യം പാരലൽ വരയ്ക്കുക, ബാറ്ററി കണക്ട് ചെയ്യുക, V വോൾട്ട്, കീ കണക്ട് ചെയ്തേക്ക് വെറുതെ രസത്തിന്. ഓക്കെ, R1 R2 R2 R3. 3 പേർക്കും വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നമുക്കറിയാം I1 I2 I3. 3 പേർക്ക് സെയിം വോൾട്ടേജ് ആയിരിക്കും, ബാറ്ററിയുടെ V ആയിരിക്കും V. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഡിഫറൻ്റ് ആരാണ്?
കറണ്ട് അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുടെ ഇക്വേഷനാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഐ ഈസ് ഈക്വൾ ടു നമുക്കറിയാം V/R ആണ്. ഐ ഈസ് ഈക്വൾ ടു V/R. അപ്പോൾ I1 ഈസ് ഈക്വൾ V/R1. V കോമൺ ആണ്, അപ്പോൾ വേറെ എഴുതേണ്ട ആവശ്യം. V/R2. I3 ഈസ് ഈക്വൾ ടു V/R3. മൊത്തം സർക്യൂട്ടിലെ കറണ്ട് ഈസ് ഈക്വൾ ടു I ഈസ് ഈക്വൾ ടു V/ എന്തായിരിക്കും? R എഫക്റ്റീവ് ആയിരിക്കും. I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് നമ്മൾ ഇങ്ങനെ കാണിക്കാം, ഇതാണ് ടോട്ടൽ കറണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൾ ടു V/ എന്ത്? ബാറ്ററിയുടെ വോൾട്ടേജ് ഡിവൈഡ് ബൈ എന്താണ്? R എഫക്റ്റീവ്. വാട്ട് എവർ ദി R എഫക്റ്റീവ് ഇസ്. ഓക്കെ, ഇനി വീണ്ടും സെയിം പരിപാടി. I1 I2 I3 ഒക്കെ എവിടുന്ന വരുന്നത്? I എന്നല്ല വരുന്നത്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. സബ്സ്റ്റിറ്റ്യൂട്ട് ഈ I എന്ന് പറഞ്ഞാൽ V/R എഫക്റ്റീവ് ആണ്. I1 എന്ന് പറഞ്ഞാൽ V/R1 ആണ്. V/R2 പ്ലസ് V/. ഇത് എൻ്റെ കൂടെ ചെയ്തു പോകണം നിങ്ങൾ. ഇനി V കട്ട് ചെയ്യുക, ഇംപ്ലൈസ് ഇവിടെ നമുക്ക് എഴുതാം V കട്ട് ചെയ്ത് അവിടെ 1 ആയിരിക്കും. 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു വീണ്ടും V കട്ട് ചെയ്ത 1 ആയിരിക്കും. 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. പിന്നെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇത് എക്സാമിൽ ചോദിക്കാം, വി ഷുഡ് പ്രാക്ടീസ്. ഇത് എഴുതി പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വി ഹാവ് ഡൺ ഫ്രം കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇപ്പോൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന് എന്ത് വിഷയം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. നെക്സ്റ്റ് പഠിക്കുകയാണ് ജൂൾസ് ലോ ആണ്. എന്താ ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടക്ടർ നമ്മളെടുത്തു, അതിൻ്റെ റെസിസ്റ്റൻസ് 6 ആണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇല്ല എന്നല്ല കേട്ടോ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് വളരെ കുറവാണെന്ന് അർത്ഥം. പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് 6 ആണ്. അതിലൂടെ നമ്മൾ കടത്തി വരുന്ന കറണ്ട് I ആണെങ്കിൽ ആ കണ്ടക്ടർ കുറച്ച് കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതിന് കാരണം എന്താണ്? ആ കണ്ടക്ടർ ഹീറ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയാൽ ഫോണും ചൂടാവും, ബാറ്ററി അല്ലെ ചാർജറും ചൂടാവും, എല്ലാം ചൂടാവും. കാരണം എന്താണ്? ഏത് കണ്ടക്ടറിലൂടെയും കറണ്ട് കടന്നാൽ അത് ഹീറ്റ് ഉണ്ടാക്കും. ഓക്കെ, അത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ്. അത് എക്സ്പ്ലിസിറ്റ്ലി ഹീറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യും. ഫോണിൽ നമുക്ക് ഹീറ്റ് ആവശ്യമില്ല, ഈ അറിയാണ്ട് ഉണ്ടാക്കി പോകുന്ന, പക്ഷേ എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ ഹീറ്റ് ഉണ്ടാക്കുകയാണ്, അതും നമുക്ക് നല്ലതാണ്. എനിവേ, എന്ത് കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിയാലും ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. പക്ഷേ ജൂൾ എന്ന് പറഞ്ഞാൽ, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. മുമ്പിൽ പറഞ്ഞു എത്ര ഹീറ്റ് ഉണ്ടാവും, അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി. മുമ്പിൽ പറഞ്ഞു എത്ര ഹീറ്റ് ഉണ്ടാവും എന്നറിയോ? ഹീറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എത്ര നേരം ഹീറ്റ് ഫ്ലോ ചെയ്തു. ഓക്കെ, മേക്ക് സെൻസ്. ടൈം കൂടിയാൽ ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് കൂടും, കറണ്ട് കൂടിയാൽ ഹീറ്റ് കൂടും. ഇത് ചിലപ്പോൾ പലർക്കും പറയാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ മുമ്പിൽ പറഞ്ഞു I അല്ല, Iൻ്റെ സ്ക്വയറാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. അവിടെയാണ് കളി മാറിയത്. ആ കൃത്യം ഇക്വേഷൻ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റി. ഈ ഇക്വേഷനെയാണ് നമ്മൾ വിളിക്കുക ജൂൾസ് ലോ. ഈ ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടി നമുക്ക് പഠിക്കണം. അതാണ് ജൂൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഇക്വേഷൻ നിങ്ങൾ ബേസിക്കലി ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ മതി. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എന്തിനോടൊക്കെ പ്രൊപ്പോർഷണലാണ്? ദി പ്രോഡക്റ്റ് ഓഫ്, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, 3 പേരുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ആരുടെയൊക്കെ മൾട്ടിപ്ലിക്കേഷനാണ്? ദ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട്, കറണ്ടിൻ്റെ സ്ക്വയർ, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, റെസിസ്റ്റൻസ്, ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, എത്ര സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്തു. H is equal to I²RT. ഇക്വേഷൻ പഠിച്ചു. ജൂൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിന് ചോദിക്കും. അപ്പോൾ അത് എഴുതി വെക്കാനും നമുക്ക് പറ്റണം. ഓക്കെ, ജൂൾസ് ലോൻ്റെ ഒരു ഇക്വേഷനാണ് H is equal to I²RT. അതിൻ്റെ 2 ഇക്വേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ന്യൂമറിക്കൽസ് വരുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. V²/R × T, VIT. 3ഉം ആൻസർ സെയിം ആണ് കിട്ടുക. പക്ഷേ ഇത് വോൾട്ടേജിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ടേംസിലാണ്, ഇത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ ടേംസിലാണ്, ഇത് കറണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ടേംസിലാണ്. ക്വസ്റ്റനിൽ കറണ്ടും റെസിസ്റ്റൻസും വന്നതിന് ഇത് ഉപയോഗിക്കുക, വോൾട്ടേജ് റെസിസ്റ്റൻസ് ആണ് ഇത് ഉപയോഗിക്കുക, വോൾട്ടേജും കറണ്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 എണ്ണം ബൈ ഹാർട്ട് പഠിക്കാൻ പറയുന്നത്. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് എന്തായാലും നിങ്ങളുടെ എക്സാമിനുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രീവിയസ് ഇക്വേഷൻ നോക്കാം. An electric iron of resistance ഇത്ര, draws a current of ഇത്ര. The heat developed in the iron in 30 seconds. അപ്പോൾ തന്ന കാര്യങ്ങൾ എഴുതുക എന്നാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. റെസിസ്റ്റൻസ് ഇസ് 20, കറണ്ട് ഇസ് 5 ആംപിയർ, ടൈം ഇസ് ഈക്വൽ ടു 30 സെക്കൻഡ്സ്. ഐയും ആറും ടിയും അല്ലേ? അപ്പോൾ I²RT ഫോർമുല ഉപയോഗിച്ചാൽ അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മതി. പരിപാടി തീർക്ക്. H is equal to I²RT. I² എന്ന് പറഞ്ഞാൽ 5² വരും, ഇൻറ്റു R എത്ര 20 ഇൻറ്റു 30. 5² എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 20 ഇൻറ്റു 30. 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 0 കൂടി എഴുതിയാൽ 500 ഇൻറ്റു 30 വരും. 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. പിന്നെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. ദാറ്റ് ഈസ് ആൻസർ ഇസ് 15,000. ഹീറ്റിൻ്റെ യൂണിറ്റ് ഇസ് ജൂൾ. ഹീറ്റ് എനർജിയാണ്, എനർജി വർക്ക് എല്ലാം ജൂൾസ് ആണ്. 15,000 ജൂൾസ് ഓപ്ഷനിൽ ടിക്ക് ചെയ്യാം. 15,000 ഞാൻ എന്തെങ്കിലും തെറ്റി വരുത്തിയോ? 15,000 തന്നെയാണ്. 15,000 ഇസ് ദി ആൻസർ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ട് ചോദിക്കാം,
വോൾട്ടേജും കറണ്ടും എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഫോർമുല മോഡിഫൈ ചെയ്യുക. മോഡിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമുല വയ്ക്കും. നമ്മൾ ഇനി ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻ വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഹീറ്റിൻ്റെ കാര്യം. ജൂൾസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, ന്യൂമറിക്കൽസ്. ഒരു അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അയൺ ബോക്സിന് പവർ 1000 വാട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാണാൻ പറ്റും. ഈ 1000 വാട്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്താണ്, അവൻ്റെ പവർ എന്നാണ് വിളിക്കുക. ഹീറ്റല്ല, പവറാണ്. എന്താ ഈ പവർ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1000 വാട്ട് എന്ന് എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. 1 സെക്കൻഡ് കൊടുത്താൽ ഈ അയൺ ബോക്സ് എത്ര എനർജി ഉണ്ടാക്കും? 1000 ജൂൾ എനർജി ഉണ്ടാക്കും. അതായത് 1 സെക്കൻഡിൽ എത്ര എനർജി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുക. 1000 വാട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 1000 ജൂൾ എനർജി ഉണ്ടാക്കും. ഓക്കെ, ശരി. അങ്ങനെയാണ് സാർ 130 വാട്ട് എന്ന് കണ്ടാലോ 1 സെക്കൻഡിൽ അല്ലെ യൂണിറ്റ് ടൈമിലാണ് 1 സെക്കൻഡിൽ 130 ജൂൾ ഹീറ്റ് ഉണ്ടാക്കും, അല്ലെ എനർജി ഉണ്ടാക്കും. വോട്ടെവർ, അയൺ ബോക്സ് ആണെങ്കിൽ ഹീറ്റ് ആയിരിക്കും എനർജി, വല്ല ബൾബും ആണെങ്കിൽ ലൈറ്റ് ആയിരിക്കും എനർജി. വോട്ടെവർ, 1 സെക്കൻഡിൽ എത്ര ജൂൾ ഉണ്ടാക്കും, അതിനാണ് പവർ എന്ന് കാണിക്കുക. അത്രയും 130 വാട്ട് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 130 ജൂൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പം പവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? പവർ ഇസ് ദി എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് പെർ യൂണിറ്റ് ടൈം. പെർ യൂണിറ്റ് ടൈം എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു? പവർ ഇസ് ഈക്വൽ ടു എനർജി ഈ ഡിവൈഡഡ് ബൈ ടൈം. എനർജി പെർ ടൈം. കൺസ്യൂം ചെയ്യുക അത്ര തന്നെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഐഡിയലി ഒരു സാധനം എത്ര എനർജി കൺസ്യൂം അത്ര തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ കുറച്ച് ചിലപ്പോൾ വേസ്റ്റൊക്കെ ആയി പോകും. പക്ഷെ മോസ്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരേപോലെയാണ് ഫിസിക്സിൽ. ആക്ച്വലി എഞ്ചിനീയറിംഗിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഡീൽ ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ്. സോ ഹീറ്റ് ബൈ ടൈം, ഹീറ്റ് എനർജി ബൈ ടൈമാണ് പവർ. ബേസിക്കലി എനർജി ബൈ ടൈം എന്ന് ഓർത്തോക്കാം, ഹീറ്റ് എനർജി ബൈ ടൈം എന്ന് ഓർത്തോക്കാം. പവർ എന്താണെന്ന് മനസ്സിലായി. പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? സിമ്പിൾ, ഹീറ്റിൻ്റെ ജൂളാണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. ഇപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ് വരിക. സാർ ജൂൾ പെർ സെക്കൻഡ് അല്ല നമ്മൾ കണ്ട വാട്ട് എന്നല്ല ഉണ്ട്. അവിടെ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാട്ട് എന്ന് വിളിക്കുക. ക്യാപിറ്റൽ ഡബ്ല്യു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡെഫിനേഷൻ പഠിച്ചത് ഇറ്റ്സ് ഓൾസോ ഡിഫൈൻഡ് ആസ് പവർ ഇസ് ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. റേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പെർ ടൈം എന്നാണ്. അപ്പോൾ പെർ ടൈം ചെയ്യുന്ന വർക്ക് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതും പവറിനോട് ഈക്വൽ ആയിരിക്കും. എനർജിയും വർക്കൊക്കെ ഇവിടെ സെയിം ആണ്. എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യും, എത്രത്തോളം വർക്ക് ചെയ്യും, ഈ ചാപ്റ്ററിലൊക്കെ സെയിം ആണ്. ക്ലിയർ ആണല്ലോ? റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റിന് 3 ഇക്വേഷൻ അറിയാം. I²RT, V²/RT. അങ്ങനെ പവറിന് 3 ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാലോ. ആകുള്ളത് എന്താണ്? ഹീറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഹീറ്റിൻ്റെ 3 ഇക്വേഷനെ നിങ്ങൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അല്ലെങ്കിൽ ചോദിക്കുക ഹീറ്റിൻ്റെ 3 ഇക്വേഷൻ ടൈം കൊണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ടൈം കൊണ്ട് ഡിവൈഡ്, ഇവരും ടൈം കൊണ്ട് ഡിവൈഡ്, ഇവരും ടൈം കൊണ്ട് ഡിവൈഡ്. 3നും ടൈം പോകും. I²R ടൈം പോകും. V²/R പവറിൻ്റെ ഇക്വേഷൻ ഉണ്ടോ പറയുന്നത്? ടൈം പോകും. VI പവറിൻ്റെ ഇക്വേഷൻ കിട്ടാൻ ഈ ഹീറ്റിൻ്റെ ഇക്വേഷന് ടൈം എടുത്ത് കളിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ പവറിൻ്റെ 3 ഇക്വേഷൻ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഏതാ 3 ഇക്വേഷൻ? ഇതാ I²R, V²/R, VI. ഹീറ്റിൻ്റെ സെയിം, പക്ഷെ വിത്തൗട്ട് ദ ടൈം എലമെൻറ്റ്. ടൈം ഇല്ലാണ്ട് പഠിച്ചു വെച്ചാൽ അത്രേ ഉള്ളൂ സംഗതി. ക്ലിയർ ആണ്? ഓക്കെ. ഇനി എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാം ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. എങ്ങനെ ഡിറൈവ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്വസ്റ്റൻ എക്സാമിൽ വന്നിട്ടുണ്ട്. ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് R ഈസ് കണക്റ്റഡ് അക്രോസ് എ സോഴ്സ് ഓഫ് വോൾട്ടേജ് V. V വോൾട്ടേജ് കൊടുത്തു, ഡ്രോസ് കറണ്ട് I കറണ്ട് ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി പവർ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് റെസിസ്റ്റൻസും പവറിൻ്റെ ഫോർമുല ഏതാണ്? V²/R. ഇത് ബൈ ഹാർട്ട് പഠിക്കണം 3. ഇത് ഡിറൈവ് ചെയ്യാൻ പറയാം. എങ്ങനെ ഡിറൈവ് ചെയ്യാം? അപ്പോൾ നിങ്ങളൊരു കണ്ടക്ടർ വരിക, റെസിസ്റ്റൻസ് R, വോൾട്ടേജ് V, കറണ്ട് I ആണ്. എഴുതുക കൺസിഡർ കറണ്ട് I ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് R. ലെറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ വോൾട്ടേജ് അക്രോസ് ദ V. ഓൾറെഡി ക്വസ്റ്റനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്ത പോയിന്റ് ആണ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് Q ത്രൂ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. അതായത് ബേസിക്കലി കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോ ചെയ്യാന്ന് അല്ലേ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് Q എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുപോകാൻ എത്രയായിരിക്കും വർക്ക്? അപ്പോൾ നമുക്കറിയാം V = W/Q. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ആണ്. ഇംപ്ലൈസ് വർക്ക് എന്തായിരിക്കും? W = V × Q. അപ്പോൾ വർക്ക് ഒരു Q ചാർജിനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ വർക്ക് V × Q എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഓൾസോ നമുക്കറിയാം Q എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ Q/T ആണ്. ഇംപ്ലൈസ് Q = I × T ആണ്. ടീനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അപ്പോൾ നമുക്കറിയാം V × Q എന്ന് പറഞ്ഞാൽ IT ആണ്. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നും. ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V = IR ആണ് ഓംസ് ലോ പ്രകാരം. അപ്പോൾ V = IR നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, യു വിൽ ഗെറ്റ് വർക്ക് VIR ആണ് ബേസിക്കലി. അപ്പോൾ IR × IT. 2 I ഉണ്ട്. ഇറ്റ്സ് I²RT. ഇത്രയുള്ളൂ റെഡി. I²RT. അപ്പോൾ നമ്മൾ ഇത് വർക്കാണ്, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്ത വർക്കാണ്. ഈ വർക്ക് വേസ്റ്റ് ആയി പോയാൽ ഈ വർക്ക് ആയിരിക്കും എനർജി ആയിട്ട് മാറുക. അപ്പോൾ നമ്മൾ എഴുതും ദിസ് വർക്ക് ഈസ് ഡിസിപ്പേറ്റഡ് എന്ന് പറയും. ഡിസിപ്പേറ്റഡ് ആസ്
ഹീറ്റ് എനർജി. ഇതാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറുക. അതായത് ഈ വർക്ക് ആയിരിക്കും ഹീറ്റായി മാറാം. വർക്ക് ഇസ് ഈക്വൾ ടു ഹീറ്റ്. അപ്പോൾ വർക്കിന് വരെ നമുക്ക് ഹീറ്റ് ഇടാം. എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേഷൻ. പക്ഷെ ഇവിടെ പറഞ്ഞത് പവറിൻ്റെ ഡെറിവേഷനാണ്. ഇവർക്ക് പവറാണ് വേണ്ടത്. ആയിക്കോട്ടെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ പവർ കൊണ്ടുവരുന്നു. പവർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അഥവാ എനർജി ബൈ ടൈമാണ്. അപ്പോൾ ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ടൈമാണ്. ടൈമും കട്ടായി പോയി കഴിഞ്ഞാൽ ഐ സ്ക്വയർ ആണ് പവറിൻ്റെ ഇക്വേഷൻ. പവറിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് കിട്ടി. ഇത്രേ ഉള്ളൂ. ഇനി അവരൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ശരിക്കും അവർ കറണ്ട് വോൾട്ടേജ് ഓർ കറണ്ട് എന്നാണ് പറഞ്ഞത്. വോൾട്ടേജ് ഓർ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്തായാലും വേണം. റെസിസ്റ്റൻസ് കിട്ടി. വോൾട്ടേജ് നമുക്ക് കിട്ടിയില്ല, കറണ്ടിൻ്റെ ടേംസിലാണ് കിട്ടിയത്. അപ്പോൾ വോൾട്ടേജിൻ്റെ ടേംസിൽ എങ്ങനെ ആക്കുക? ഇവിടെ കറണ്ടിനെ വോൾട്ടേജ് ആക്കാൻ സിമ്പിൾ അല്ലേ? ഐ ഈസ് ഈക്വൽ വി ബൈ ആർ ഉപയോഗിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്ക്. അപ്പം അതിനൊരു വി ബൈ ആർ, ഐ സ്ക്വയർ എന്നാണ് വി ബൈ ആറിൻ്റെ സ്ക്വയർ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് വിൻ്റെ സ്ക്വയർ വി സ്ക്വയർ, ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ആറും ആർ സ്ക്വയറും കട്ടാവും. ദാറ്റ് ഈസ് വി സ്ക്വയർ ബൈ ആർ. പവർ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനം നിങ്ങൾ മാറ്റിയാൽ മതി. ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ്. പഠിക്കണം. ഓക്കെ, പഠിക്കണം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വാട്ട്? ഡിഫൈൻ 1 വാട്ട്. അപ്പോൾ നമ്മൾ 1 ജൂൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. 1 ആംപിയർ, 1 ഓം, അതുപോലെ ഏതെങ്കിലും ഒരു ചോദ്യം 1 മാർക്കിൽ വരാം. എന്താ 1 വാട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇക്വേഷൻ എഴുതാം. പവറിൻ്റെ ഇക്വേഷൻ ഇസ് എനർജി പെർ ടൈം അല്ലെങ്കിൽ ഹീറ്റ് പെർ ടൈം. എനർജി അപ്പോൾ ഇത് 1 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 1 ജൂൾ എനർജി അല്ല, ഈ ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഞാൻ വേറെ ഇക്വേഷൻ പറഞ്ഞില്ല, അതാണ് നല്ലത് കുറച്ചുകൂടി. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനില്ലേ, പവർ ഇസ് ഈക്വൽ ടു വി ഐ, അത് ഉപയോഗിക്കുകയാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞ പോലും ചെയ്യാം, ആദ്യം പറഞ്ഞ പോലെ ചെയ്യാം. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ പവർ ഇസ് ഈക്വൽ ടു വി ഐ ഫോർമുല ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇവിടെ പവർ 1 കിട്ടാൻ വേണ്ടിയിട്ട് വോൾട്ടേജിന് നമ്മൾ 1 വോൾട്ട് ആക്കുക, കറണ്ടിന് 1 ആംപിയർ ആക്കുക. അപ്പോൾ 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ ഇസ് ഈക്വൽ ടു 1 വോൾട്ട് ആംപിയർ അഥവാ 1 വാട്ട് എന്ന് കിട്ടും. ബേസിക്കലി അതിനാണ് 1 വോട്ട് എന്ന് വിളിക്കുക. ഓക്കെ, ശരി. ഇതിനർത്ഥം എന്താണ്? സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഡിവൈസിന് 1 വോൾട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കൂടി 1 ആംപിയർ ആണ് ഒഴുകുന്നതെങ്കിൽ അവൻ്റെ പവറിനെയാണ് നമ്മൾ 1 വാട്ട് എന്ന് വിളിക്കുക. 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ആംപിയർ കറണ്ട് അവൻ കൂടി ഒഴുകുമെങ്കിൽ അപ്പോൾ ഉള്ള അവൻ്റെ ഡിവൈസിൻ്റെ പവറാണ് 1 വാട്ട്. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പവർ കൺസ്യൂംഡ് ബൈ എ ഡിവൈസ് ദാറ്റ് ക്യാരീസ് 1 ആംപിയർ കറണ്ട് വെൻ ഓപ്പറേറ്റഡ് അറ്റ് എ പൊട്ടൻഷ്യൽ 1 ഡിഫറൻസ്. 1 വോൾട്ട് കൊടുത്തു കഴിയുമ്പോൾ 1 ആംപിയർ കറണ്ട് ഉണ്ടാക്കുന്ന ഡിവൈസ് കൺസ്യൂം ചെയ്യുന്ന പവറാണ്, അല്ല അവൻ്റെ പവറാണ് 1 വാട്ട്. അത്രേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വരും, ന്യൂമറിക്കൽസ് വരും. ഡെറിവേഷൻ പഠിച്ചു, ഫോർമുല പഠിച്ചു, ഡെറിവേഷൻ പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു, 1 വാട്ട്, ന്യൂമറിക്കൽസ് പഠിക്കണം. കുറേ വരും. എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ട്. An electric bulb is connected of 2 volt. The current is ഇത്ര. What is the power? തന്ന കാര്യങ്ങൾ അത് എഴുതി വെക്ക്. 220 വോൾട്ട് ആണ്. കറണ്ട് ഇസ് 0.5 ആംപിയർ. വാട്ട് ഇസ് പവർ? അപ്പോൾ വിയും ഐയും തന്നിട്ട് പവർ 3 ആണ്. പവറിന് 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. വിയും ഐയും ഇതിലില്ല. വി യു ഉണ്ട്, പക്ഷേ ഐ ഇല്ല. വിയും ഐ ഇതിലുണ്ട്. പവർ ഇസ് ഈക്വൽ ടു വി ഐ. അത്ര 3 ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ച് എഴുതി വെക്കുക എക്സാമിൽ. എന്നിട്ട് ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ, പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. വി ഇസ് 220, ഐ ഇസ് 0.5. 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നാണ് ബേസിക്കലി. അപ്പോൾ 220 ഇൻറ്റു ഹാഫ് എന്ന് പറഞ്ഞാൽ 20 പകുതി 3 110 ആണ് വരിക. അല്ലെ നിങ്ങൾ ചെയ്തു 22 ഇൻറ്റു 5 ഒക്കെ ചെയ്താലും കിട്ടും. 110 വാട്ട്സ് ആണ്. വാട്ട്സ് ക്ലിയർ. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റൻ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആൻ ഇലക്ട്രിക് കെറ്റിൽ ഇസ് റേറ്റഡ് 750 വാട്ട് 220 വോൾട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 220 വോൾട്ട് കൊടുത്താൽ ഇത്രയും പവർ ഉണ്ടാക്കുന്നതാണ്. Can this kettle be used in a circuit which has a fuse rating of 3 ampere? Give your reason. അപ്പോൾ അത് നമുക്കൊരു കാര്യം ചെയ്യാം. വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പിടിച്ചൂടെ? വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 220 വോൾട്ട് തന്നിട്ടുണ്ട്. പവർ ഇസ് ഈക്വൽ ടു 750 വോട്ട് തന്നിട്ടുണ്ട്. ഇവരെന്തോ ഒരു ഫ്യൂസിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. അവിടെ അതിനെന്താ കറണ്ട് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഇവൻ്റെ കറണ്ട് എത്ര കണ്ടുപിടിക്കാം? അതിന് കണ്ടുപിടിക്കുക. പി ഇസ് ഈക്വൽ ടു വി ഐ ഉപയോഗിക്കുക. ഇംപ്ലൈസ് ഐ ഇസ് ഈക്വൽ ടു ഐ ആണ് വേണ്ടത്. പി ബൈ വി. പി എത്രയാണ് വരിക? 750. ഐ എത്രയാണ് വരിക? സോറി, വോൾട്ടേജ് എത്ര വരിക? 220. ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 75 ഡിവൈഡ് ബൈ 22. ഇത് നിങ്ങൾ റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഒരു 2 ഡെസിമലിലേക്ക്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ഏതെങ്കിലും 3 പോയിന്റ് എന്താണ് വരിക? ഓക്കെ, 775 ഡിവൈഡ് ബൈ 22. സാർ ഇത് റഫായിട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് 3.409 എന്നൊക്കെ കിട്ടുമായിരിക്കും. 41 വരെ മതി, അല്ല 40 എന്തായാലും കുഴപ്പമില്ല. ആ വാല്യൂ ഒരു വിഷയമുള്ളായിരില്ല. ഇത്ര ആംപിയർ ആണ്. അതായത് ബേസിക്കലി ഇവൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കറണ്ട് ആയിരിക്കും ഇതിനുള്ളിൽ കൂടി കടന്നു പോവുക. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇത് ഈ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ 3 ആംപിയറിൻ്റെ ഫ്യൂസ് കണക്ട് ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. പറ്റുമോ? അവിടെ ഇവൻ വർക്ക് ചെയ്യുന്ന 3.4 ആംപിയർ വേണം. 3 ആംപിയറിൻ്റെ ഫ്യൂസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 3 ആംപിയറിന് മുകളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഫ്യൂസ് അടിച്ചു പോകും. പറ്റില്ല, കാരണം ഇവന് 3.4 ആംപിയർ ആണ് വർക്ക് ചെയ്യാൻ.
അപ്പോൾ 3 ആംപിയർ ഉണ്ട്, ഈ സർക്യൂട്ട് അടിച്ചു പോകും. സർക്യൂട്ട് അടിച്ചു പറഞ്ഞാൽ ഫ്യൂസ് കട്ടായി പോകും, ഈ ഡിവൈസ് വർക്ക് ആവില്ല. അപ്പോൾ ആൻസർ എഴുതണം നോ. കാരണം എന്താണ്? കാരണം ഇവൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ്, ദെയർഫോർ ഇറ്റ് വിൽ നോട്ട് വർക്ക്, ഇറ്റ് വോണ്ട് വർക്ക്. ഇപ്പോൾ 3 ആംപിയർ നിങ്ങൾ കണക്ട് ചെയ്താൽ ഈ 3.4 ആംപിയർ പോകേണ്ട ആളുടെ കൂടെ 3 ആംപിയറിൻ്റെ ഫ്യൂസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.4 പോകുമ്പോഴത്തേക്കും ഫ്യൂസ് കട്ടാവും, ഈ സാധനം വർക്ക് ആവില്ല, മൊത്തം സർക്യൂട്ട് കട്ടായി പോകും. ഒന്നും സംഭവിക്കുന്നില്ല, കേടൊന്നാവില്ല, പക്ഷേ സർക്യൂട്ടിലൂടെ കറണ്ട് പോയാൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഓംസ് ലോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ അറിയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് ബേസിക്കലി എത്രയുള്ളൂ. റൈറ്റ് ദ ഫോർമുല ഫോർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആർ ഓഫ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഓഫ് വാല്യൂ R1, R2, R3. അത് നമുക്ക് എഴുതാൻ 1/R effective 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഓഫ് സീരീസ്. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി. കാരണം ഈ 2 റെസിസ്റ്റേഴ്സ് നമുക്കറിയാം പാരലാണ്, ഇവരുമായിട്ട് സീരീസിലാണ്. സോ ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ 2 സ്റ്റെപ്പിൽ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സർക്യൂട്ടിൽ ഇവിടെ ഒരു R എന്ന റെസിസ്റ്റൻസ് ഉണ്ട്, എന്നിട്ട് ഇവർ രണ്ടാളും കൂടെ പാരലല്ലേ, പാരലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കാം. ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, R+R2R അല്ല, കാരണം ഇവർ പാരലാണ്, ഫോർമുല വേറെയാണ്. അപ്പോൾ നമുക്ക് 1/R എഫക്റ്റീവ് ആ ഫോർമുല ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ പോലും ആവശ്യമില്ല. കാരണം എന്താണ്, ദീസ് ആർ ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ്. ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സിൻ്റെ നമ്മൾ പാരൽ വരുമ്പോഴുള്ള സിമ്പിൾ ഫോർമുല അടിച്ചിട്ടുണ്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സിംപ്ലി R/N. സീരീസിലാണ് N/R ആണ്, പാരലാണ് R/N ആണ്. ഓക്കെ, R ബേസിക്കലി ഓരോ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ആണ്, സോ R തന്നെയാണ്, ഐഡൻറ്റിക്കൽ R ആണ്. N എത്രയാണ്, 2 വിരലുള്ളത്, അപ്പം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വരിക. അപ്പോൾ അവരുടെ 2 പേരുടെയും കൂടെ R എഫക്റ്റീവ് എത്രയായിരിക്കും, R/2. അതായത് ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് എത്രയായിരിക്കും ഉണ്ടാവുക, R/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർ 2 പേരും കൂടെ R/2. ഇപ്പം നമ്മുടെ സർക്യൂട്ട് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയി കിട്ടി. ഇനി പറ, ഇവർ രണ്ടാണ് സീരീസ് അല്ലേ, ഇവർ സീരീസിനാണെങ്കിൽ ഇവരെ വെറുതെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഈസ് ഈക്വൽ ടു, സീരീസിലാണ് വെറുതെ ആഡ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് R+R/2. ആറിനെ പുറത്തേക്ക് എടുക്കാം, കാരണം 2 ടേംസിൽ R ഉണ്ട്. ഇവിടെ R പുറത്ത് വന്നാൽ അവിടെ 1 ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ R പുറത്ത് വന്നാൽ 1/2 ആയിരിക്കും ഉണ്ടാവും. സോ 1 + 1/2 എന്ന് വരും. ഇതിനെ പല രീതിയിലും ചെയ്യാം. 1 + 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, സോ 1.5 R എന്ന് വേണം എഴുതാം അല്ലേ. 1 + 1/2 ഇത് 0.5 ആണ് അല്ലേ, 1.5 R എന്ന് എഴുതാം. അല്ലെ 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണെന്ന് മനസ്സിലാക്കി 3/2 R എന്ന് എഴുതാം. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ഇത് ചെയ്യാനും പഠിക്കുക. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക, R ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 1 2 + 1 ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും വന്നു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ്റെ ഇവനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 1 2 പ്ലസ് ഈ 1 തന്നെ ചെയ്യുക, എന്നിട്ട് ഹോൾ ഡിവൈഡ് ബൈ ആ താഴെ കിടക്കുന്ന ആളെ കൊണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2 + 1 3, താഴെ 2 ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ 3/2R ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇവിടുന്ന് ഒബ്വിയസ് ആണ്, ദിസ് ഇസ് 1 + ½ 1 + ½ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1 + 0.5 1.5R. 1.5R എന്ന് പറഞ്ഞാൽ 3/2R എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ, കാരണം 3/2 എന്ന് പറഞ്ഞാൽ 3ൻ്റെ പകുതി 1.5 തന്നെയല്ലേ. അപ്പം അങ്ങനെയും ചെയ്യാം. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ ഇങ്ങനെ മൾട്ടിപ്പിൾ, അതായത് ഒരു പാരലലും ഉണ്ട് എന്നിട്ട് അത് സീരീസിലുമാണെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ നോക്കാം. വീണ്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 3 റെസിസ്റ്റേഴ്സ് ഓഫ് 3 ohm ഈച്ച് ആർ കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് 3 volt as shown. കാൽക്കുലേറ്റ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ദി ബാറ്ററി. 3 volt ഉണ്ട്, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും സീരീസിലാണ്. അങ്ങനെ മനസ്സിലാവാം, ഇവർ രണ്ടുപേരുടെ ഉള്ളിൽ കൂടെ ഒരേ കറണ്ട് ആയിരിക്കും പോവുക. ഓക്കെ, ഒരേ കറണ്ടാണ് പോവുമെങ്കിൽ സീരീസാണ്, അത്ര ആലോചിക്കാനുള്ളൂ. ഇവർ രണ്ടാളിനും കൂടെ കോമ്പിനേഷൻ എന്തായിരിക്കും, 3 സീരീസിലാണെങ്കിൽ 3 + 3 6 ആയിരിക്കും വരിക. അപ്പോൾ ഈ സർക്യൂട്ടിനെ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഇവർ രണ്ടാളും കൂടെ 3 + 3 6 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മുകളിൽ ഒരു 6 ohm ഉണ്ട് എഫക്റ്റീവ്ലി, താഴെ ഒരു 3 ohm ഉണ്ട്. ദിസ് ഇസ് 6 ohm, ദിസ് ഇസ് 3 ohm. ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഈക്വലൻറ്റ് സർക്യൂട്ട് ഇങ്ങനെ ആക്കി മാറ്റി. ഇനി സിമ്പിളാണ്, കാരണം ഈ 6 ohm ഈ 3 ohm പാരലാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. 1/R എഫക്റ്റീവ് എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ 2 പേരും മാത്രം വരുമ്പോൾ സിംപ്ലിഫൈഡ് ഫോർമുല ഉണ്ട്. R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 + R2. അപ്പോൾ പാരലൽ വരുമ്പോൾ 1/R എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1/R1 + 1/R2 ഉപയോഗിക്കാം, കിട്ടും. പക്ഷെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. 2 പേരും മാത്രമാണ് വരുന്നതെങ്കിൽ, 2 പേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. സാർ 3 പേര് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ 1 + 1/R3 + 1/R4 അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. വേറെ ഷോർട്ട് കട്ടൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ. മിക്ക കേസിലും 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്.
അപ്പോൾ R1 ഇൻറ്റു R2 രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുക 6 ഇൻറ്റു 3 ഡിവൈഡ് ബൈ താഴെ എന്താ ഉള്ളത് R1 പ്ലസ് R2 ആണുള്ളത്. ദാറ്റ് ഇസ് 6 പ്ലസ് 3 6 ഇൻറ്റു 3 18 6 പ്ലസ് 3 9 18/9 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. ദാറ്റ് ഇസ് 2 ohms ആണ് ഇവർ രണ്ടുപേരും കൂടെ R എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഹോൾ സർക്യൂട്ട് ഇസ് 2 ohms. ഇനി അവർക്ക് വേണ്ടത് കറണ്ട് അല്ലേ, ഓംസ് ലോ ഉപയോഗിക്കുക. V ഈസ് ഈക്വൽ ടു IR ആണ്, ഇംപ്ലൈസ് I ഈസ് ഈക്വൽ ടു V/R ആണ്. ടോട്ടൽ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഇത്ര 3 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 2 ohms ആണ്. ദാറ്റ് ഇസ് 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ് വരിക. അല്ല 3/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 1.5 ആംപിയർ ആയിരിക്കും ഈ സർക്യൂട്ടിൽ എടുക്കാൻ പോകുന്ന ടോട്ടൽ കറണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എക്സാമിൽ ചോദിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം അത് പ്രാക്ടീസ് ഇല്ലാണ്ട് തിയറി മാത്രം മനസ്സിലാക്കി പോയി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. സീരീസിലെ ഫോർമുല പഠിച്ച് പാരലൽ ഫോർമുല, പക്ഷേ രണ്ടും കൂടി കമ്പൈൻ ചെയ്യണ്ടേ, അപ്പോൾ അത് ചെയ്യണ്ടേ, ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ. ലെറ്റ്സ് ഡു സം മോർ ക്വസ്റ്റ്യൻസ്. സ്റ്റഡി ദ സർക്യൂട്ട്. two resistors X and Y of 3 and 6 ohm respectively are joined in series battery to volt. അപ്പോൾ 3ഉം 6 ഇവിടെ ഉണ്ട്. എക്സും വൈ എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് ആണ്. ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി ഉണ്ട്. ഓക്കെ, ശരി, ഫൈൻ. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഷോയിങ് ദി അബൌട്ട് 2 റെസിസ്റ്റേഴ്സ് എക്സ് ആൻഡ് വൈ ജോയിൻഡ് ഇൻ പാരലൽ വിത്ത് ദ സെയിം ബാറ്ററി ആൻഡ് ദ സെയിം അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അപ്പോൾ ഇതേ സർക്യൂട്ട് പാരലൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വി ക്യാൻ ഡു ദാറ്റ്. 3ഉം 6ഉം പാരലാക്കിയാൽ പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററീൻ്റെ കാര്യം അത് വരയ്ക്കാം. 2 വോൾട്ട് ബാറ്ററി നെഗറ്റീവ് ടെർമിനലാണ് ആദ്യം വരുന്നത്. പിന്നെന്താണുള്ളത്, സ്വിച്ച് ഉണ്ട്. ഓക്കെ, സ്വിച്ച് ക്ലോസ്ഡ് ആണ്. പിന്നെ അമ്മീറ്റർ ഉണ്ട്. ഓക്കെ, അമ്മീറ്റർ പ്ലസ് മൈനസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും അമ്മീറ്റർ പോസിറ്റീവ് ടെർമിനലും സെയിം ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. നെഗറ്റീവ് ടെർമിനൽ ഒബ്വിയസ്ലി നെഗറ്റീവ് ടെർമിനലായിട്ട്. ഓക്കെ, ഇവർ രണ്ടാളും പാരലായിട്ടാണ് വേണ്ടത്. ആയിക്കോട്ടെ, നമുക്ക് പാരലായിട്ട് വരയ്ക്കാം. എന്താ കുഴപ്പം, മുകളിൽ ഒരാൾ താഴെ ഒരാൾ, അത്രേ ഉള്ളൂ. 3 ohm മുകളിലായിക്കോട്ടെ, താഴെ 6 ohm ആയിക്കോട്ടെ. താഴെ 6, മുകളിൽ 3 ohm, അത്രേ ഉള്ളൂ. പാരലൽ വരയ്ക്കാൻ അത്രേ ഉള്ളൂ വയ്ക്കാനുള്ളത്. പിന്നെ ഇങ്ങനെ വരുന്നു, തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. വോൾട്ട് മീറ്റർ വീണ്ടും രണ്ടുപേർക്കും കൂടെ ഒരു കോമൺ ആയിട്ടൊരു വോൾട്ട് മീറ്റർ ഇങ്ങനെ എടുക്കുക. അങ്ങനെ ചെരിച്ചെടുക്കണം എന്നില്ല, നേരെ എടുത്താൽ മതി. ഞാൻ തിരിച്ചെടുത്ത് കാണിക്കാം. വോൾട്ട് മീറ്റർ എടുക്കുക. ഓക്കെ, ഓൾസോ ഈ വോൾട്ട് മീറ്ററിൻ്റെയും പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വോൾട്ട് മീറ്ററിന് പോസിറ്റീവ് ഇങ്ങനെ പോകുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് തന്നെ വരിക, അമ്മീറ്ററിന് എങ്ങനെ തന്നെ. ഇപ്പോൾ വോൾട്ട് മീറ്റർ രണ്ടുപേരും പാരലായിട്ട് കണ്ടു. എപ്പോഴും ശ്രദ്ധിക്കുക, മൊത്തം റെസിസ്റ്റേഴ്സിനോട് സീരീസിലാണ് അമ്മീറ്റർ വരേണ്ടത്. സീരീസിലാണ്, ഒരേ കറണ്ടാണ് ഈ അമ്മീറ്ററിലൂടെയും റെസിസ്റ്റേഴ്സിന് ടോട്ടലിലൂടെയും പോകുന്നത്. ഓരോ റെസിസ്റ്ററിലും ഓരോ അമ്മീറ്റർ സെയിം അല്ല, പക്ഷേ മൊത്തത്തിൽ റെസിസ്റ്റേഴ്സിലേക്കും അമ്മീറ്ററിലേക്കും സെയിം കറണ്ടാണ് വരുന്നത്. മാത്രമല്ല വോൾട്ട് മീറ്റർ റെസിസ്റ്റേഴ്സിനോട് പാരലൽ ആയിരിക്കണം. ഓക്കെ, ആ റൂൾസൊക്കെ നമ്മൾ ഒബേ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരച്ചിട്ട് 1 മാർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ വരയ്ക്കാൻ പറയും പരീക്ഷയിൽ, മനസ്സിലായല്ലേ? ഇൻ വിച്ച് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് വിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എക്സ് ആൻഡ് വൈ ആൻഡ് കറണ്ട് ത്രൂ എക്സ് ആൻഡ് വൈ ബി ദ സെയിം. അപ്പോൾ ഈ 2 റെസിസ്റ്റേഴ്സിലൂടെയുള്ള വോൾട്ടേജ് എപ്പോഴായിരിക്കും സെയിം ആവുക? വോൾട്ടേജ് സെയിം ആവണം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, സെയിം കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. വോൾട്ടേജ് സെയിം ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും പാരലൽ കണക്ട് ചെയ്യണം. കറണ്ട് സെയിം ആവണമെങ്കിൽ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കാനില്ല. ഫൈൻഡ് ദ കറണ്ട് ഡ്രോൺ ഫ്രോം ദി ബാറ്ററി ബൈ ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് ദ 2 റെസിസ്റ്റേഴ്സ് എക്സ് ആൻഡ് വൈ. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ എത്രയാണ് കറണ്ട് ഡ്രോൺ? ആയിക്കോട്ടെ, ചെയ്യാലോ. കറണ്ട് ചോദിക്കുകയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. വാട്ട് ഇസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? സിമ്പിൾ, സീരീസിലാണ്, 2 പേർക്ക് ആഡ് ചെയ്താൽ പോരെ. 6 + 3 = 9 ohm. ഇനി V = IR ഉപയോഗിക്കുക, I = V/R ഉപയോഗിക്കുക. നേരത്തെ പോലെ തന്നെ V = 2 വോൾട്ട് ആണ്, R = 9 ആണ് വരിക. 2/9 ആംപിയർ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2/9 വീണ്ടും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. കറക്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞ് ഇതുപോലത്തെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഇതൊക്കെ പരീക്ഷയിൽ വന്ന ക്വസ്റ്റൻസ് ആണ്, ഇതുപോലത്തെ ക്വസ്റ്റൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസും വരണം. ഇനി ഒരു ഹോംവർക്ക് കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണ് പാരലൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ചെയ്യുക? R എഫക്റ്റീവ് കണ്ടുപിടിക്കുക. R1 R2 / നേരത്തെ തന്നെയാണ് കിട്ടുക. 6 × 3 / 6 + 3 സെയിം ആണ് കിട്ടുക. വോൾട്ടേജ് 3 ആണ്, വോൾട്ടേജ് പ്രശ്നം വേറെ ആയിരിക്കും ഉണ്ടാവുക. കറണ്ട് കണ്ടുപിടിക്കുക. ഹോംവർക്ക് കാര്യം ചെയ്യാം. ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ പരീക്ഷയിൽ ചോദിക്കാം. ലെറ്റ്സ് ഡു സം മോർ ക്വസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റൻ. അപ്പോൾ കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സും പവറിൻ്റെ ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ക്വസ്റ്റൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റൻസ് ആണ് കൂടുതൽ എക്സാമിൽ വരിക. അപ്പം 3 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് സർക്യൂട്ട് വിൽ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ബി? പവർ എവിടെയായിരിക്കും മിനിമം മാക്സിമം? ജസ്റ്റിഫൈ യുവർ ആൻസർ. പവർ എവിടെയായിരിക്കും മിനിമം മാക്സിമം? അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ആൾ നോക്ക്, വോൾട്ടേജ് 3 12 ആണ്. വോൾട്ടേജ് കോമൺ ആണ്. അപ്പോൾ വി നോ വോൾട്ടേജ് ഇസ് കോമൺ. പിന്നെ എന്ത് ഇൻഫർമേഷൻ ആണെന്നുള്ള കറണ്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ റെസിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിന് ഇൻഫർമേഷൻ നമുക്കുണ്ട്.
അപ്പോൾ പവറിൻ്റെ ഏത് ഫോർമുല നമ്മൾ ഉപയോഗിക്കണം? വിയും ആറുള്ള ഫോർമുല ഉപയോഗിക്കണം. അതേതാണ്? 3 ഫോർമുല, I²R, V²/R, VI ഉപയോഗിക്കാൻ പറ്റില്ല കാരണം കറണ്ട് ഇല്ല. I²R കറണ്ട് ഇല്ല. V²/R എന്ന് പറഞ്ഞ ഫോർമുല 3 ഫോർമുല ബൈ ഹാർട്ട് ഇപ്പം തന്നെ ആയിക്കും, എന്നാൽ എളുപ്പത്തിൽ ചെയ്യാം. പവർ ഇസ് ഈക്വൽ ടു V²/R ഫോർമുല നമുക്ക് ഉപയോഗിക്കാം, കാരണം നമുക്ക് വോൾട്ടേജിന് ഇൻഫർമേഷൻ ഉണ്ട്, റെസിസ്റ്റൻസിന് ഇൻഫർമേഷൻ ഉണ്ട്. ഇനി രസകരമായുള്ള കാര്യം 3 പേർക്കും 3 സർക്യൂട്ടിലും വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് കാരണമല്ല പവർ ആരാണ് മാക്സിമം മിനിമം തീരുമാനിക്കപ്പെടുക, റെസിസ്റ്റൻസ് കാരണമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എവിടെയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഈ ഫോർമുല എന്താ പറയുന്നത്? റെസിസ്റ്റൻസ് കൂടിയ പവർ കുറയും, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ പവർ കൂടും. അപ്പോൾ പവർ മാക്സിമം കിട്ടണമെങ്കിൽ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണം. യെസ്, പവർ മിനിമം ഉള്ളിടത്ത് എവിടെയായിരിക്കും ഉണ്ടാവുക? റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് ഇവിടെ എവിടെയായിരിക്കും റെസിസ്റ്റൻസ് മാക്സിമം? 5 Ω ഒറ്റയ്ക്കാകുമ്പോൾ ഓക്കെ, 5 Ω ഉണ്ട്. ഈ 5 ഉം 5 ഉം ആണ് 10 Ω അല്ലേ വരിക. അപ്പോൾ റെസിസ്റ്റൻസ് മാക്സിമം സീരീസിലായിരിക്കും ഉണ്ടാവും, ഒന്നും ആലോചിക്കാനില്ല. കാരണം പാരലാണെങ്കിൽ റെസിസ്റ്റൻസ് ഇത്രയായിരിക്കും, കുറയുകയാണ് ചെയ്യുക, 5-നേക്കാളും കുറവായിരിക്കും. 5 ഉം 5 ഐഡൻറ്റിക്കൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ R/N ഫോർമുല ഉപയോഗിക്കുക. പാരലിൽ 5 ആണ് 6, 2 ആൾക്കാരുള്ളത്, സോ 2.5 ആയിരിക്കും വരിക. അപ്പോൾ ഇത് 5 Ω, ഇത് 10 Ω, ഇത് 2.5 Ω. നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. റെസിസ്റ്റൻസ് മിനിമം വരുന്നത് ഇവിടെയാണ്. റെസിസ്റ്റൻസ് മിനിമം വരുന്നത് 3 എന്ന് പറഞ്ഞ സർക്യൂട്ടിലാണ്. 3 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് മിനിമം വരുന്നത് 3 എന്ന് പറഞ്ഞ സർക്യൂട്ടിലാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും പവർ മാക്സിമം. റെസിസ്റ്റൻസ് മിനിമം എടുത്തായിരിക്കും പവർ മാക്സിമം. റെസിസ്റ്റൻസ് മിനിമം ഇവിടെ അല്ലേ, അപ്പോൾ 3ാമത്തെ സർക്യൂട്ടിൽ പവർ മാക്സിമം ആയിരിക്കും. റെസിസ്റ്റൻസ് മാക്സിമം ആയിട്ട് വരുന്ന എവിടെയാണ്? ഈ സെക്കൻഡ് സർക്യൂട്ടിലാണ്. ആയിക്കോട്ടെ, സെക്കൻഡ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാക്സിമം വരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് മാക്സിമം ആണ്, സോ ഓട്ടോമാറ്റിക്കലി പവർ ഇവിടെ മിനിമം ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? I²R ഫോർമുല നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നു നേരെ തിരിച്ചാൽ റെസിസ്റ്റൻസ് കൂടിയല്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ I²R ആണ്. അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയോ? ഇല്ല, ഓരോ സർക്യൂട്ടിലും വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 6 വെച്ചിട്ട് മാത്രം 6 കൂടുതൽ പവർ കൂടുന്നു പറയാൻ പറ്റില്ല ആ ഫോർമുല വെച്ചിട്ട്. കാരണം എന്താണ്? അവിടെ 6 കൂടുമ്പോൾ I കുറയുന്നുണ്ട്. മനസ്സിലല്ലേ? അതിന്മേൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല, സാർ ഇവിടെ 6 കൂടുതലാണ് അപ്പോൾ പവർ കൂടുതലല്ല. 6 കൂടുമ്പോൾ I കറണ്ട് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഇൻഫാക്ട് അങ്ങനെ കറണ്ട് I² ആണ് കുറയുന്നത്. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ കറണ്ട് ഭയങ്കര കുറഞ്ഞിട്ട് അവസാനം പവർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? സെയിം വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് V²/R ഫോർമുല തന്നെ ഉപയോഗിക്കണം. നാളെ കറണ്ട് സെയിം ആയിട്ട് ഒരു സർക്യൂട്ടിൽ വരെ 3 സർക്യൂട്ടിൽ കറണ്ട് സെയിം ആണ്, റെസിസ്റ്റൻസ് വേറെ പറയുകയാണെങ്കിൽ I²R യൂസ് ഇറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ, വോൾട്ടേജ് അല്ല സെയിം. അപ്പോൾ വോൾട്ടേജ് നമുക്ക് ഈ ക്വസ്റ്റൻ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ I²R ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റ് കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയുള്ളൂ, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് എഴുതി വെച്ചാൽ മതി. ഇത് കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചോ. ദ പവർ വിൽ ബി മാക്സിമം വെൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി മിനിമം. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് മിനിമം ഇൻ സർക്യൂട്ട് 3. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഫോർമുല കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അത് എക്സാമിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഇംഗ്ലീഷിലൊക്കെ ആക്കി എഴുതുക. അങ്ങനെ എഴുതിയോണ്ട് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടില്ല. ഇങ്ങനെ എഴുതിയോണ്ട് മാർക്ക് പോകാനും പോകുന്നില്ല. ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ നടക്കണം. പിന്നെ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യുക. അപ്പം ടീച്ചറിന് മനസ്സിലായി യു ആർ സീരിയസ് അബൌട്ട് ദിസ് എക്സാം. അടുത്ത പ്രീവിയസ് ക്വസ്റ്റൻ, 2 ലാംപ്സ് ഇത് ആൻഡ് ഇത്. വീണ്ടും അർത്ഥം 220 വോൾട്ട് കൊടുത്താൽ എത്ര 100 വോൾട്ട് ഉണ്ടാക്കും? 220 വോൾട്ട് കൊടുത്താൽ 60 വോൾട്ട് ഉണ്ടാക്കും. ആ കണക്റ്റഡ് ഇൻ പാരലൽ ടു ആൻ ഇലക്ട്രിക് സപ്ലൈ ഓഫ് 220 വോൾട്ട്. 220 വോൾട്ട് എന്ന് കണക്ട് ചെയ്തു. പാരലൽ ആണ് ഇത്. അപ്പോൾ രണ്ടുപേർക്കും സെയിം 220 വോൾട്ടിന് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഫൈൻഡ് ദ കറന്റ് ഡ്രോൺ ബൈ ദ 2 ലാംപ്സ് ഫ്രം ദി സപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒന്ന് ജസ്റ്റ് വരച്ചേക്കാം. അപ്പോൾ ഒരു ലാമ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റെസിസ്റ്റേഴ്സ് തന്നെ കേട്ടോ. ഓക്കെ, 220 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. 220 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കറന്റ് ഡ്രോൺ എന്നാണ്. അപ്പം ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ്, സാധാരണ റെസിസ്റ്റൻസ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇൻഫാക്ട് സർക്യൂട്ട് വരേണ്ട ആവശ്യം കൂടി ഇല്ല. കാരണം നമുക്കറിയാം രണ്ടുപേരും പാരലൽ കറണ്ട് ചെയ്തേ 220 വോൾട്ട് കറണ്ട് ചെയ്തേ. അപ്പോൾ ഇവന് 220 കിട്ടും, ഇവന് 22 കിട്ടും. അപ്പോൾ രണ്ടുപേരുടെ വോൾട്ടേജ് നമുക്ക് അറിയാം 220 വോൾട്ടാണ്. രണ്ടുപേരുടെ പവർ നമുക്കറിയാം. ഫസ്റ്റത്തെ പവർ P1 = 100 വാട്ടാണ്, P2 = 60 വാട്ടാണ്. ഓക്കെ, P = VI ഉപയോഗിച്ചാൽ പോരെ. P = VI ഫോർമുല എഴുതുക. ദാറ്റ് ഈസ് ഇംപ്ലൈസ് I = P/V. ആദ്യത്തെ തന്നെ കറണ്ട് എത്രയായിരിക്കും? I1 = P1/V, I2 = P2/V. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പവർ എത്രയാ? 100 വോൾട്ടേജ് എത്രയാ? 220. രണ്ടാമത്തെ എത്രയാ? 60/220. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, I1 = നമ്മൾ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10/22 കിട്ടും. അതിന് വേണമെങ്കിൽ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പകുതി ആക്കുക, 5/11 കിട്ടും, 5/11 ആംപിയർ. I2 = 0 കട്ട് ചെയ്താൽ 6/22 കിട്ടും, പകുതി ആക്കുക 3/11 ആംപിയർ എന്ന് കിട്ടും. കഴിഞ്ഞു. ഫൈൻഡ് ദ കറന്റ് ഡ്രോൺ ബൈ 2 ലാംപ്സ്. കഴിഞ്ഞു. ഇനി വേണത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 5 + 3 8/11 ആംപിയർ ടോട്ടൽ കറണ്ട് എന്നാണ് പറയുന്നത്.
ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് എന്തായിരുന്നു? കോൺസെപ്റ്റ് ഈസ് പാരലൽ കണ്ട് ചെയ്താൽ വോൾട്ടേജ് സെയിം കിട്ടും എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടുപേർക്കും വോൾട്ടേജ് കിട്ടി, പവർ തന്നിട്ടുണ്ട്, കറണ്ട് പിടിക്കുക, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റൻ കുറച്ച് ട്രിക്കി ക്വസ്റ്റൻ ആണ്. ആക്ച്വലി ട്രിക്കി പോലും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നോക്ക്, ഇൻ ദ ഗിവൻ സർക്യൂട്ട് കാൽക്കുലേറ്റ് ദ പവർ കൺസ്യൂംഡ് ഇൻ വാട്ട്സ് ഇൻ ദ റെസിസ്റ്റൻസ് 2 ohm. അപ്പോൾ 6 volt 1 ohm 2 ohm സീരീസിലാണ്. 2 ohമിന് പവർ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട് നോക്ക്. 2 ohമിൽ റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഇക്വൽ 2 ohm തന്നിട്ടുണ്ട്. വോൾട്ടേജ് മൊത്തം സർക്യൂട്ടിനുണ്ട്. പക്ഷേ സീരീസിലായതുകൊണ്ട് വോൾട്ടേജ് ഇവന് 6 volt കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പാരലാണെങ്കിൽ ഇവന് 6 volt ആണ്, ഇവന് 6 volt കിട്ടുമെന്ന് പറയാൻ പറ്റും. സീരീസിലാകുമ്പോൾ വോൾട്ടേജ് സെയിം അല്ല, പക്ഷേ കറണ്ട് സെയിം ആണ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ I²R ഫോർമുല വെച്ചിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? കോമ്പിനേഷൻ റെസിസ്റ്റൻസിൻ്റെ ലോജിക് ഉപയോഗിക്കുക. ആദ്യം R എഫക്റ്റ് കണ്ടുപിടിക്കുക, രണ്ടുപേരുണ്ട്, അപ്പോൾ R എഫക്റ്റ് കണ്ടുപിടിക്കുക. R എഫക്റ്റ് എത്രയാണ്? 2 + 1 = 3 ohm. ഇനി കറണ്ട് കണ്ടുപിടിക്കാം ടോട്ടൽ സർക്യൂട്ടിലെ V/R, I = V/R, I = IR ഫോർമുല ഉപയോഗിക്കുക. B എത്രയാണ്? 6, R എഫക്റ്റീവ് എത്രയാണ്? 3 ohm. സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്രയാണ്? 2 ആംപിയർ. അപ്പോൾ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് യു ഗെറ്റ് ഇറ്റ് ആസ് 2 ആംപിയർ. ആ 2 ആംപിയർ ആയിരിക്കും ഇവനും കിട്ടുക, ഇവനും കിട്ടുക. അപ്പോൾ രണ്ടുപേർക്കും ഐൻ്റെ വാല്യൂ കിട്ടി, വിച്ച് ഇസ് 2 ആംപിയർ. I = 2 ആംപിയർ കിട്ടി, രണ്ടുപേർക്കും 2 ആംപിയർ ആണ്. ഇനി ഇവൻ്റെ ഹീറ്റ് എത്ര, പവർ എത്രയായിരിക്കും? I²R ഉപയോഗിക്കുക പരിപാടി. കാരണം ഐയും ആറ് കിട്ടിയാൽ I²R ഉപയോഗിക്കുകയാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഇവൻ്റെ പവർ നമുക്ക് പവർ സെയിം അല്ല, P1 ഇത് P2 എന്ന് വിളിക്കാം. P1 = I²R, I²R1 എന്ന് വിളിക്കാം. അവൻ്റെ റെസിസ്റ്റൻസ് R1 ആണ്. I² എത്രയാണ്? I² എത്രയാണ്? 2² × R എത്രയാണ്? 2 ohm. അവൻ്റെ റെസിസ്റ്റൻസ് 2 ohm ആണ്. 2² എന്ന് പറഞ്ഞാൽ 4, 4 × 2 8 watts ആണ് കിട്ടുക. ഇനി എക്സാമ്പിൾ ചോദിക്കുകയാണ് ഇതിൻ്റെ എത്രയാണ് പവർ എത്രയാണ്? I കൂടെ കണ്ടുപിടിക്കാം. P2 = I², കറണ്ട് സെയിം ആണ്, R2 ആണ് വരിക. I² എത്ര? 2², R2 എത്രയാണ്? അവൻ്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. 2² എന്ന് പറഞ്ഞാൽ 4, 4 × 4 watts. ഇത്രേ ഉള്ളൂ. അപ്പം ഇവിടെ പ്രാക്ടീസാണ് ആവശ്യമുള്ളത്. യു ഷുഡ് ട്രൈ മോർ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മുടെ ഒന്നുകിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ധാരാളം. ഇവിടെ ലോജിക്ക് സിംപ്ലി എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 2 ohm റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് പവറിൻ്റെ ഏതൊക്കെ ഫോർമുല? V²/R, I²R, VI ഒക്കെ അറിയാം. പക്ഷെ അതിലൊക്കെ വിയോ അല്ല ഐയോ വേണം. വി കണ്ടുപിടിക്കൽ പറ്റും, നമുക്ക് വി കണ്ടുപിടിക്കാൻ അറിയാം, പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഐ കണ്ടുപിടിക്കൽ സിമ്പിളാണ്. സീരീസ് സർക്കിളിൽ ഐ കണ്ടുപിടിക്കൽ സിമ്പിളാണ്. അപ്പോൾ ഐ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ I²R ഉപയോഗിക്കാം, പരിപാടി തീർക്കാം. അത്രയും നിങ്ങൾ ചിന്തിക്കട്ടുള്ളൂ. പക്ഷേ ഈ ചിന്ത നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ വരണമെങ്കിൽ യു ഷുഡ് ഡു മോർ ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? വീടിൻ്റെ പുറത്ത് ഓരോ 2 മാസം അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഒരു ആൾ വന്നിട്ട് നോക്കും, റീഡിങ് നോക്കും, എന്നിട്ട് ബില്ലിടും, ഇലക്ട്രിസിറ്റി ബില്ല്. ഈ ഒരു സാധനം നോക്കിയിട്ടാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ട് അവർ മീറ്റർ. ഈ വാട്ട് അവർ മീറ്ററാണ് നിങ്ങളുടെ വീട് എത്ര ഇലക്ട്രിക്കൽ എനർജി ഓരോ മാസവും ഉപയോഗിക്കുന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന കാര്യം നോട്ട് ചെയ്യാം. ഇത് നോട്ട് ചെയ്യുക എന്ത് യൂണിറ്റിലാണ്? എനർജിയുടെ യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജിയാണ്. എന്ത് എനർജിയാണ്? ജൂളിലാണ്. പക്ഷെ ജൂളിൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ, ജൂളിലാണ് റീഡിങ് കാണിക്കുന്നതെങ്കിൽ ആക്ച്വലി കുറേ സീറോസ് വേണം ഇതിന്, കുറേ നമ്പേഴ്സ് കാണിക്കേണ്ടി വരും. കാരണം അത്രയും എനർജിയാണ് വരിക. ഇപ്പോൾ ജൂൾ ഒരു ചെറിയ യൂണിറ്റാണ്. ജസ്റ്റ് ലൈക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ക്ലാസ്സിന് എത്രയാണ് സമയം എടുക്കുക? ഈ ക്ലാസ്സിന് ഞാൻ നിങ്ങളോട് പറയുകയാണ് 60,342.6 സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറയാം എന്താണ് 1.5 മണിക്കൂർ എന്ന് പറയാം. അപ്പോൾ സെക്കൻഡിൽ പറയുന്നത് തെറ്റില്ല, കറക്റ്റാണ്. SI യൂണിറ്റ് ഓഫ് ടൈമാണ്. ഇൻഫാക്ട് സെക്കൻഡിലാണ് പറയേണ്ടത്. പക്ഷേ അത് ഭയങ്കര ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് വലിയ നമ്പർ ആയിപ്പോവും. അതേപോലെയാണ് ജൂളിൻ്റെ. ജൂളാണ് കറക്റ്റ്, പക്ഷേ ജൂളിൽ നമ്മൾ പറയുമ്പോൾ വലിയ നമ്പർ ആയിപ്പോവും. അപ്പോൾ കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ, മണിക്കൂറിൽ പറയുന്ന പോലെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി. കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഇസ് ജൂൾ. കൊമേഴ്ഷ്യൽ യൂണിറ്റ് കിലോ വാട്ട് അല്ല, കിലോ വാട്ട് അവർ. കോമൺലി യൂണിറ്റ് ആസ് 1 യൂണിറ്റ് അല്ല യൂണിറ്റ്. അപ്പോൾ 1 കിലോ വാട്ട് അവറിന് നമ്മൾ പൊതുവെ 1 കിലോ വാട്ട് അവറിന് പൊതുവെ പറയില്ല, 1 യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് നോക്കിയിട്ട് ആ ചേട്ടനോട് ചോദിച്ചാൽ പറയും ഇത്ര 45.6 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്, അല്ലെ 542 യൂണിറ്റ് ആണെന്ന് പറയും. അപ്പോൾ 542 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 542 ജൂൾ എന്നല്ല, 542 കിലോ വാട്ട് അവർ എന്നാണ്. അപ്പോൾ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ദിസ് ഇസ് ദി കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എന്ത്? ഇലക്ട്രിക്കൽ എനർജി. എന്താണ് 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ? കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. കിലോഗ്രാം 1000 ഗ്രാം, കിലോമീറ്റർ 1000 മീറ്റർ. അപ്പോൾ കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. അപ്പോൾ 1000 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ അവർ. അതിൻ്റെ അർത്ഥം എന്താ? 1000 വാട്ട് പവർ ഉള്ള ഒരു ഡിവൈസ് 1 അവർ 1 മണിക്കൂർ നേരം പ്രവർത്തിച്ചാൽ, വർക്ക് ചെയ്താൽ എത്രയോ എനർജി അത് ഡിസിപ്പേറ്റ് ഇല്ല, അല്ലെ എനർജി കൺസ്യൂം ചെയ്യില്ലേ? അതിനെയാണ് നമ്മൾ 1 കിലോ വാട്ട് അവർ എന്ന് വിളിക്കുന്നത്. 1 കിലോമീറ്റർ സിംപ്ലി
1000 വാട്ടിൻ്റെ ഡിവൈസ് 1 hour വർക്ക് ചെയ്താൽ 1000 വാട്ടിൻ്റെ AC ഉണ്ടെന്ന് വിചാരിക്കുക, അത് 1 hour വർക്ക് ചെയ്താൽ അതിന് എത്രയോ എനർജി കൺസ്യൂം ചെയ്യില്ലേ, അതിനാണ് 1 kWh എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ടേംസിലാണ്, ഇൻ ടേംസ് ഓഫ് kWh നമ്മൾ മൊത്തം വീട്ടിൽ എത്ര കൺസ്യൂം ചെയ്യുന്നുള്ളവർ തീരുമാനിക്കപ്പെടുക. ക്ലിയർ ആണല്ലോ? എക്സാമിന് ചോദിക്കാം 1 kWh എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? സിമ്പിളാണ്. 1 kW എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ് ഇൻറ്റു 1 hour എന്നാണ്. എന്നാൽ 1 hour സെക്കൻഡിലേക്ക് മാറ്റും, കാരണം SI യൂണിറ്റ് സെക്കൻഡില്ലേ. 1 hour നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇറ്റ് ഇസ് 60 × 60 അഥവാ 3600 സെക്കൻഡ്സ്. 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണ്, പക്ഷെ 1 minute എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. അപ്പോൾ 60 × 60 3600 സെക്കൻഡ്സ് ആണ്. ഇത് വേണം ബൈ ഹാർട്ട് പഠിച്ചോ, യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ +1 +2 വരുമ്പോൾ. അപ്പോൾ സിമ്പിളാണ്, 1000 × 3600 സെക്കൻഡ്സ് അല്ലേ, 3600. 1 × 36 ആണ് 36 ആണ്. 1 2 3 4 5 1 2 3 4 5 സീറോസ് ഉണ്ടാവും. ഇത്രയും ജൂൾസ് ആണ്. അപ്പോൾ എല്ലാം ഇത് ബേസിക്കലി പവറിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക, 1000 വാട്ടാണ് SI യൂണിറ്റ്. അവറിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക, സെക്കൻഡ്സ് ആണ് SI യൂണിറ്റ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടൊന്നും കൂടി എഴുതിച്ചോ, ഇവിടെ സെക്കൻഡ്സും കൂടി എഴുതിച്ചോ, എല്ലാം SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് ജൂൾസിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? എനർജി കിട്ടും. ഇതിങ്ങനെ കാണുമ്പോൾ രസമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 2 3 4 5 6 എന്നിട്ട് ഇവിടെ കുത്തിടും, 3.6 എന്ന് എഴുതും. പക്ഷെ 6 ചാട്ടം ഇങ്ങോട്ട് ചാടിയില്ലേ, അപ്പോൾ ഇൻറ്റു 10⁻⁶ എന്നും കൂടി ചെയ്ത് കൊടുക്കാം. പഠിച്ചു വെച്ചോ, ബൈ ഹാർട്ട് വേണം പഠിച്ചു വെച്ചോ, എക്സാം ചോദിക്കാം 1 മാർക്ക്. 1 kWh എന്ന് പറഞ്ഞാൽ എത്ര ജൂൾസ് ആണ്? ഇറ്റ് ഇസ് 3.6 × 10⁻⁶ ജൂൾസ് അഥവാ 36,000,000 50 ജൂൾസ്. അത്രയും ജൂൾസ് ആണ്. അപ്പോൾ കണ്ടോ, ജൂൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിറ്റ് ആണ്. 1 kWh എന്ന് പറഞ്ഞാൽ ഇത്രയും ജൂൾസ് ആണ്. അപ്പോൾ ആലോചിച്ച് നമ്മുടെ വീട്ടിൽ 46 kWh കൺസ്യൂം ചെയ്തെന്ന് വിചാരിച്ചോ ഒരു ദിവസം. അപ്പോൾ നമുക്ക് ജൂൾസിൽ എഴുതി എങ്ങനെ എഴുതാൻ പറ്റും? ഭയങ്കര വലിയ നമ്പർ ആയിപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ജൂൾസിൽ പറയാത്തത്. മനസ്സിലായില്ലേ? ഇനി ഇത് ബേസിക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് ബേസിക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മുടെ ഫോർമുല എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ എനർജി പെർ ടൈം ആണ്. ഇംപ്ലൈസ് എനർജി കണ്ടുപിടിക്കണം, എന്താ ചെയ്യേണ്ടത്? പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഹീറ്റ് എനർജി എന്ത് എനർജി? പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ വാട്ടിൽ പവർ ഇട്ട് ടൈം നമ്മൾ SI യൂണിറ്റ് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ എനർജി നിങ്ങൾക്ക് ജൂളിലാണ് കിട്ടുക. പക്ഷെ നമുക്ക് ഈ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് kWh വരാം. അപ്പോൾ അങ്ങനെ kWh ഉള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കാരണം ഇത് ജൂൾസിലല്ലേ കിട്ടുക. നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല പവർ ഇൻറ്റു ടൈം എന്ന് തന്നെ ചെയ്യും. മുകളിൽ പവർ ഇൻറ്റു ടൈം തന്നെയാണ്, ഡിവൈഡ് ബൈ ഒരു 1000 കൂടി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. സാർ എന്തിനാണ് നമ്മൾ 1000 ചെയ്യുന്നത്? ശ്രദ്ധിക്കും. പവർ സ്റ്റിൽ വാട്ടിൽ തന്നെയാണ്, ടൈം അവേഴ്സിലാണ്, ആറിലാണ്. ഓക്കെ, ആൻഡ് എനർജി എത്രയാ? ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് kWh എനർജി വരും. അതായത് ഈ ഫോർമുല PT/1000 ഉപയോഗിക്കുകയാണ്. വേറെ ടൈം നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട, സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടൈം ആറിൽ തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് kWh ആൻസർ വരും. ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. An electric refrigerator of 400 watts operates 8 hours per day. What is the cost of energy to operate it for 30 days at 3.00 rupees per kWh? എന്താണ് അവിടെ? ഒന്നുമില്ല. അത് നിങ്ങൾ 400 വാട്ടിൻ്റെ ഒരു റെഫ്രിജറേറ്റർ 8 മണിക്കൂർ വർക്ക് ചെയ്യാണ്. ഒരു ദിവസം എത്ര എനർജി ഉണ്ടാവും? അപ്പോൾ ഇവിടെ നമുക്ക് P/T ഉപയോഗിക്കേണ്ട. കാരണം P/T ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം സെക്കൻഡ്സിലൊക്കെ വേണം. അപ്പോൾ ടൈം സെക്കൻഡ്സിലല്ല, ആറിലാണ്. അപ്പോൾ നമ്മൾ അവറിലാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. എനർജി ഈസ് ഈക്വൽ ടു PT/1000 ഫോർമുല ഉപയോഗിക്കുക. പവർ നിങ്ങൾ വാട്ടിൽ തന്നെ ഇടുക 400. ടൈം നിങ്ങൾ ആറിൽ തന്നെ ഇടുക 8 ഡിവൈഡ് ബൈ 1000. 0 കട്ട്. 4 × 8 32 ആണ് വരിക. 32/10 ദാറ്റ് ഈസ് 3.2 ജൂൾസ് അല്ല, kWh അല്ല, 3.2 യൂണിറ്റ്സ്. അപ്പോൾ ഒരു ദിവസം ഈ ഒരു ഫ്രിഡ്ജ് കൺസ്യൂം ചെയ്തത് 8 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു ദിവസം അല്ലേ, 8 hours per day അല്ല, അപ്പോൾ ഒരു ദിവസം കൺസ്യൂം ചെയ്ത് ഇത്രയും യൂണിറ്റ്സ് ആണ് അല്ലെ, 3.2 kWh ആണ് എനർജി. 30 ഡേയ്സിൽ അപ്പോൾ എത്രയായിരിക്കും? 30 ഡേയ്സ് ഇൻ 30 ഡേയ്സ് എനർജി എത്രയായിരിക്കും? 3.2 × 30 kWh. 3.2 × 3 എത്ര വരിക? 32 × 3 എത്ര വരിക? 3 2 6 3 3 96. അപ്പോൾ 96 വരിക. 3.2 × 30 എന്ന് പറഞ്ഞാൽ 96 ആണ്. 3 × 30 എന്ന് പറഞ്ഞാൽ 90 ആണ് വരിക. അപ്പോൾ 3.2 × 30 എന്ന് പറഞ്ഞാൽ 96 kWh ആണ് ഒരു മാസം അഥവാ 30 ഡേയ്സ് കൺസ്യൂം ചെയ്യാം. അതിന് കോസ്റ്റ് എത്രയായിരിക്കും? 3 rupees per kWh ആണ്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ kWh. അപ്പോൾ കോസ്റ്റ് സിംപ്ലി ഈസ് ഈക്വൽ ടു എനർജി എത്രയുണ്ടോ ഇൻറ്റു പെർ, അല്ലെ ഫോർമുല ഒന്നും വേണ്ട, എന്തിന്? 96 ആണ് ടോട്ടൽ എനർജി. പെർ kWh എത്രയാണ്? ഇൻറ്റു 3 ആണ് വരിക. അപ്പോൾ ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ 96 × 3 ചെയ്യുക. 6 3 are 18, 9 3 are 27, 27 plus 288 rupees വരുള്ളൂ. ₹288. ഇവിടുത്തെ മെയിൻ പോയിന്റ് ഈ ഫോർമുല ഉപയോഗിക്കാൻ പഠിക്കാം.
ഇപ്പോൾ ടൈം അവേഴ്സിൽ നമ്മൾ ഒന്നും ആലോചിക്കാനില്ല, ഈ ഫോർമുല കൂടെ എഴുതിക്കോ. ഇവിടെ കൺവേർഷൻ ഒന്നും വേണ്ട, വെറുതെ 1000 ഡിവൈഡ് ചെയ്താൽ ആൻസർ യു വിൽ ഗെറ്റ് ഇറ്റ്. പിന്നെ മന്ത്ലി കണ്ടുപിടിക്കണേ ഇൻറ്റു 30 31 അത് ചെയ്യുക, പൈസ കണ്ടുപിടിക്കണേ ഇൻറ്റു ആ പൈസയും കൂടി ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എൻ്റെ കൂടെ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്, ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റും. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ ബാക്കിയുള്ള എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിന് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് 1 മാർക്ക് പോലും ഗ്യാരണ്ടീഡ് ആണ് മക്കളെ, 1 മാർക്ക് പോലും ഇല്ല. കാരണം അത്രയും ഡെപ്തിലാണ് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയത്, അത്രയും ക്വസ്റ്റ്യൻ ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ തന്നെ എടുത്തത് പലതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ആലോചിക്കാനല്ല, നിങ്ങൾ തകർത്തും. ഓൾസോ ഇതുപോലത്തെ വീഡിയോസും ക്ലാസ്സസും ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവുകളിൽ വരിക, കൂടുതൽ ക്വസ്റ്റ്യൻസും ഡിസ്കഷനും ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ ഇയറിലെ ബാച്ചോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ ബാച്ച്, ഈ ഇയറിലെ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയാലും നെക്സ്റ്റ് ഇയർ +1 ബാച്ചിലൊക്കെ പഠിക്കുക. +1 കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ +1 പഠിക്കാം. CBSE നമുക്ക് സൂപ്പർ ബാച്ചാണുള്ളത്, സൂപ്പർ റിസൾട്ട്സ് ആണ് +2 നമ്മുടെ കുട്ടികൾ CBSE ഉണ്ടാക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാം, നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാം. അത്രേ പറയാനുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ബൈ ബൈ.